ഹായ്, എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ എപ്പിസോഡായിരിക്കും, കാരണം നമുക്ക് അടുത്ത 2-3 ആഴ്ചത്തേക്ക് വേറെ പല പരിപാടികളും ഉള്ളതുകൊണ്ട് ഒരു എപ്പിസോഡ് എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇയർ എൻഡ് റൗണ്ടപ്പാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കുറച്ച് കവിതകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഞങ്ങൾ ആരും കവിത കാര്യമായിട്ട് വായിക്കുന്നവരൊന്നുമല്ല, എന്നാലും കുറച്ച് മനസ്സിൽ തങ്ങിയ കവിതകളും കുറച്ച് രസകരമായ കവിതകളും പിന്നെ കുറച്ച് അനോയ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടങ്ങിടാം. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് നമ്മുടെ ലേഖയുടെ സൈഡിൽ നിന്ന് വരുന്ന കവിതയാണ്. നമ്മുടെ വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിത, നമ്മുടെ മാമ്പഴം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്തുണ്ടായിരുന്ന എല്ലാ കവിതകളും വളരെ വളരെ സെൻറ്റി സാധനങ്ങളായിരുന്നു. ഇപ്പം ഈ മാമ്പഴം എന്ന് പറയുന്ന കവിത മിക്കവാറും എല്ലാവരും കേട്ട് കാണുമല്ലോ. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ. അപ്പം അത് പറഞ്ഞു വരുന്നത്, മോൻ മാവിൻ്റെ പൂക്കുല ഒടിച്ചപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു, എന്തിനാണ് പൂക്കുല നുള്ളിയതെന്ന് പറഞ്ഞു. അപ്പം മോന് ദേഷ്യം വന്നിട്ട് മോൻ പറഞ്ഞു, ഇനി എന്നാ പിന്നെ ഞാൻ മാമ്പഴം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചു മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത മാമ്പഴം വരുന്നതിന് മുമ്പ് കൊച്ചു മരിക്കുന്നു എന്നുള്ളതായിരുന്നു കവിത. അത് കൊച്ചായിരുന്നപ്പോഴാണ് ഞാനത് കേട്ടത്. ഡിപ്രഷനായിപ്പോയി. എല്ലാരും പഠിച്ചൊരു പോയമാണ്. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലെത്തിയാണ് പോയം പഠിക്കാനുള്ളത് നമുക്ക്. എന്റെ 3rd ലാംഗ്വേജ് ആയിരുന്നു മലയാളം. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ ക്ലാസ്സിനെ, എനിക്കല്ല പേഴ്സണലി അല്ല, ക്ലാസ്സിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയാ, കട്ടിയേറിയ പോയം ആയിരുന്നു ഇത്. കാരണം കോണ്ടന്റ് വൈസ് എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇതൊന്നും ഗ്രഹിക്കാനുള്ള ബോധമൊന്നും ഇല്ല. ഇന്നത് വായിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുമെങ്കിലും അന്നൊക്കെ യെസ് ഇറ്റ്സ് സാഡ് ഇത് എന്നല്ലാണ്ട് അത് കൂടുതലൊന്നും അതിനെ കുറിച്ച് ഓർത്തിട്ടില്ല. ലൈക്ക് പക്ഷെ അതൊരു കഥയാണ്, ഒരു ചെറിയൊരു കഥയാണ് അത്. ഒരു അമ്മയുടെ വഴക്ക് പറഞ്ഞതിലെ റിഗ്രറ്റും മകൻ മരിച്ചതിന്റെ സങ്കടവും ഒരു ചെറിയ കഥയാണ്. ആ കഥയാണ് ഒരു പോയമായിട്ട് എഴുതിയേക്കുന്നത്. അത് എഴുതാൻ എളുപ്പമല്ല. എനിക്ക് പോയട്രിയും ഞാനും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉള്ളതിന്റെ റീസൺ അതാണ്. കാരണം പലപ്പോഴും പോയറ്റ്സ് പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവാറില്ല. there are very few poems like these നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമുക്കത് വായിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന പോയംസിൽ പെട്ടതാണ് ഇതൊക്കെ. ചിലതൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, കുറച്ച് ബുദ്ധി കൂടിയവർക്ക് പോയംസ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഈ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റും നമ്മുടെ നോർമൽ വൺ ഡേ എൻജോയ് ചെയ്യുന്ന ചിലരുണ്ടല്ലോ, ടെസ്റ്റ് ക്രിക്കറ്റ് ഭയങ്കരമായി ആസ്വദിക്കുന്നവര്, അതാണ് ശരിക്കും ക്രിക്കറ്റ് എന്ന് പറയുന്നവരുണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് ഇപ്പം പോയട്രിയും പ്രോസും തമ്മിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പ്രോസ് ഓൾറെഡി ഇറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു, സെർവ് ടു യു ഓൺ എ പ്ലാറ്റർ അല്ലെ. നിങ്ങൾ സ്റ്റോറി എഴുതുന്ന ആളത് മുഴുവൻ എഴുതി നമുക്ക് തന്നിരിക്കുകയാണ്, നമ്മൾ വായിച്ച് ശരി എൻജോയ് ചെയ്തു കഴിഞ്ഞു. പക്ഷെ പോയട്രിയിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, യു നീഡ് ടു ടേക്ക് എൻ എഫേർട്ട് ആസ് എ റീഡർ ടു എൻജോയ് ഇറ്റ്. ആസ്വദിക്കാൻ നമ്മളൊരു എഫേർട്ട് എടുക്കാത്തത്തോളം കാലം നമുക്ക് അതിന്റെ എസൻസ് പിടികിട്ടില്ല. മാമ്പഴം മേക്സ് ഇറ്റ് എ ലിറ്റിൽ ഈസിയർ ഫോർ പീപ്പിൾ ലൈക്ക് മീ ടു എൻജോയ്. കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ചെറിയ വാക്കുകളിൽ പറഞ്ഞു തരുന്ന കവിതകളാണിത്. എനിക്ക് തോന്നുന്നു അതുമാതിരി നമ്മൾ പഠിച്ച അതേ ഇയറിൽ പഠിച്ച വേറെ ഒന്നാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഇരയമ്മൻ തമ്പി. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാ? അത് വളരെ ഈസിയാണ്, എളുപ്പമാണ്, താരാട്ടാണെന്ന് നമുക്കറിയാം. കുട്ടിയെ പലതരം കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെയാണ് എനിക്ക് പോയട്രിയെ കുറിച്ച്. എനിക്ക് ഈ പറഞ്ഞമാരെ ഒരുപാട് പോയട്രി വായിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞമാരെ നഴ്സറി റൈംസിൽ നിന്നും കവിഞ്ഞൊരു ആസ്വാദനമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയ്ക്ക് എനിക്ക് പറയാം. നോവലുകളൊന്നും വേറൊന്നും വായിച്ചിട്ടില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് എന്റെ കാര്യം, പോയട്രിയോടുള്ള സമീപനം. ഞാൻ വേറെ പോയട്രികൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ശ്രമമൊന്നും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല. നെരൂദയുടെ കവിതകളൊക്കെ വായിക്കാൻ ശ്രമം, അതുമാതിരി റൂമിയുടെ ഇതൊക്കെ ഞാൻ പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഈ 4 വരി കവിതകളാണ്. അതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ ലോങ്ങർ ഫോം പോയിന്റ്സ് എനിക്കറിയാം, അതിലേക്ക് നമ്മൾ വരും. അതൊക്കെ കുറച്ചും കൂടെ ഇത് എഫേർട്ട് എടുക്കേണ്ടതാണ്.
അതുപോലെ തന്നെ ഡിപ്രസിങ് പോയട്രി വേറെ ഉണ്ട് മലയാളത്തില്. വേറൊരെണ്ണം എനിക്കിപ്പോഴും ഓർമ്മയുള്ള മറ്റേ മലയപ്പുലേന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അതുണ്ടല്ലോ. വാഴക്കുല. എന്നിട്ട് വാഴക്കുല. അത് അതാരുടെയായിരുന്നു? ചങ്ങമ്പുഴയല്ലേ? ചങ്ങമ്പുഴ. പറയട്ടെ, ഏ ഇത് ചിന്താ ജെറോമിന്റെ PhD ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്താണ് ചങ്ങമ്പുഴയാണ്, ചിന്താജറോം? എന്തായത്? ചങ്ങമ്പുഴയാണ്. ചിന്താജറോം കുമാരൻ എന്തായിരുന്നു? ആശാന്റെ വാഴക്കുല. അപ്പൊ എനിവേസ് നല്ല സെന്റി പോയതിന്ന് എങ്ങോട്ടൊക്കെയോ പോയി. ഇപ്പൊ എന്തായാലും അതും ഈ പറഞ്ഞ പോലെ ഇതാണല്ലോ, ഡിപ്രസിങ് ആണല്ലോ. എല്ലാരും കൂടെ ആറ്റ് നോറ്റ് ആശിച്ച് വാഴ കൊലച്ച് വന്നു കഴിഞ്ഞപ്പോ വെട്ടിക്കൊണ്ട് പോയതും. പിന്നെ അതുപോലെ വയലാറിന്റെ ഒരു കവിത ഉണ്ടായിരുന്നു, വെട്ടം മങ്ങുന്നു സന്ധ്യ മയങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്നത്. അത് ബേസിക്കലി നമ്മുടെ മാനിഷാദ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. മറ്റേ അവസാനം ഒരു വേടൻ വന്നിട്ട് ഒരെണ്ണത്തിനെ അമ്പെയ്ത് കൊല്ലുന്നത്. അങ്ങനെ പൊതുവെ മലയാളത്തിലെ പിന്നെ വയലാറിന്റെ തന്നെ മറ്റേ അത് ഇച്ചിരി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. താടക എന്ന ദ്രാവിഡ സ്- അതെ, ആ, ദ്രാവിഡ താ- രാജകുമാരി. ദ്രാവിഡ രാജകുമാരി. അതൊരു അത് രസമുള്ള കവിതയാണ്. ഭയങ്കര കവിതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഈ ദ്രവിഡിയൻസും ആര്യൻസുമായിട്ടുള്ള ഇപ്പോഴത്തെ പൊളിറ്റിക്സ് വരുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സാധനമാണ്. ബേസിക്കലി അതിൽ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, പൊളിറ്റിക്സ് ഇതാണ്. മറ്റേ വടക്കുവശത്ത് നിന്ന് വേദിക് ഹിന്ദുസ് വരുന്നു, തെക്കുള്ള പേഗൻസിനെ അവര് രാക്ഷസരാക്കി ചിത്രീകരിക്കുന്നു. രാമനോട് താടക അനുരാഗം തോന്നി നോക്കി നിന്നത് കണ്ടത് ഇഷ്ടപ്പെടാതെ അഗസ്ത്യൻ അമ്പെയ്ത് കൊല്ലു, താടക ഒരു രാക്ഷസിയാണ് എന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഇന്റർപ്രിട്ടേഷൻ. ഓൾസോ താടക ഇസ് പോർട്രേഡ് ആസ് ഒരു ഫ്രീ വിൽഡ് വുമൺ ആണ് അതില്. വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് നടക്കുന്ന, കാട് വളരെ ഹാപ്പി ആയി ഫ്രീ ആയി നടക്കുന്ന ഒരു സ്ത്രീയാണ്. അതും അതിലൊരു പോയിന്റ് അവർ പറയുന്നുണ്ട്. അത് അപ്പൊ അതൊക്കെയാണ് അഗസ്ത്യന് ഇഷ്ടപ്പെടാഞ്ഞത്. അതെന്താ അങ്ങനെ നടക്കണത്, അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. പോരാത്തതിന് രാമനെ നോക്കി, രാമൻ തിരിച്ചു നോക്കുന്നുണ്ടോന്ന് അഗസ്ത്യന് സംശയമുണ്ട്. എന്നാ പിന്നെ ടക്ക്. അഗസ്ത്യനാണോ അതിനകത്ത്? അല്ല, ഇങ്ങനെയാണ്. വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ ഇല്ലല്ല, കാരണം വിശ്വാമിത്രൻ കൺവേർട്ടഡ് മുനിയല്ലേ പുള്ളി? രാജാവ് മുനിയായതല്ലോ വിശ്വാമിത്രൻ. അതെ, ക്ഷത്രിയനാണ്. ക്ഷത്രിയനായിരുന്നു. അതാണ് അപ്പൊ കലിപ്പൂല. എന്തായാലും അന്നത്തെ ഒരു ഫെമിനിസ്റ്റിനെ ആണ് ഇല്ലാതാക്കിയത്. ഇന്റർപ്രിട്ടേഷൻസ് അല്ലേ ഇതൊക്കെ? ശരിക്കും രാമായണത്തിലൊന്നുമില്ല, താടകയ്ക്കൊന്നും അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഒന്നുമില്ല. ബാക്ക് സ്റ്റോറി ഇല്ല, കുറവാണ്, കുറച്ചേ ഉള്ളൂ. അതെ, ഈ യക്ഷിയായിരുന്നു പുള്ളിക്കാരി. പുള്ളിക്കാരിയെ ശപിച്ച് രാക്ഷസിയാക്കിയതാണ്. ഇവൻ ഈ രാവണപുത്രി ഒരു അഡാപ്റ്റേഷൻ ആണല്ലോ അതിന്റെ. അതൊരു കവിതയുണ്ട്, വയലാറിന്റെ തന്നെയല്ലേ ആ കവിത? രാവണപുത്രി സീത. അത് കേട്ടിട്ടുണ്ടോ ആ കവിത? കടമ്പനിട്ടയാണോ വയലാറാണോ? വയലാറാണെന്നാണ് എന്റെ ഓർമ്മ. അത് വളരെ ബ്യൂട്ടിഫുൾ ഒരു പോയമാണ്. അതൊരു രാവണൻ റെമിനിസ് ചെയ്യാണ് ഈ മകളെ കുറിച്ച്. ചെറിയ കുഞ്ഞു കാലിൽ ചെരങ്കിയിട്ട് ഇങ്ങനെ കൊട്ടാരത്തിൽ കൂടി ഇങ്ങനെ ഓടി നടന്നൊരു സീതയെ കുറിച്ചും ആ മകൾ നഷ്ടപ്പെട്ടതും. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പോയമാണ്. എനിക്കിപ്പോ ഞാൻ കേട്ടിട്ട് ഒരുപാട് വർഷമായി. എനിക്ക് ഈ ചെറിയൊരു ഇത് ഓർമ്മയുണ്ട്. ഒരു ഇമേജ് എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ഇതാണ്, ഒരു കുഞ്ഞി ചിലങ്കയായിട്ട് ഇങ്ങനെ ഓടുന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ ഇമേജ്. ആൻഡ് രാവണൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂരനായ ഒരു വില്ലനാണല്ലോ. പക്ഷെ അങ്ങയുടെ മനസ്സിൽ ഇത്രയും സോഫ്റ്റ് ആയി ടെൻഡർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് രാവണന്റെ അത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കണ്ണം നടച്ചാൽ കരളിനകത്ത് ഒരു പൊന്നിൻ ചിലമ്പും കിലുക്കും കുമാരിക എന്നൊക്കെ പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അതെനിക്ക് ഇത് ഓർമ്മയുണ്ട്. ഇത് പഠിപ്പിച്ചതല്ല, ഇത് ഞങ്ങളുടെ ക്ലാസ്സിൽ, മലയാളം ക്ലാസ്സിൽ രേഖ ടീച്ചർ ഞങ്ങൾക്ക് മലയാളം പഠിപ്പിച്ചിരുന്ന പുള്ളിക്കാരി വന്ന് ചൊല്ലിയതാണ്. വേറെ ഏതോ കവിത പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് രാമായണത്തിന്. കവിത ഏതോ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത് രാവണപുത്രി സീത അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ കഥയൊക്കെ ഞങ്ങൾ അറിയാൻ കാരണം ഈ കവിതയാണ്. വയലാറാന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, കടമ്പനിട്ടയാണെന്നാണ് അത് വിചാരിച്ചത്.
യൂട്യൂബിലുണ്ട്, അത് സെർച്ച് ചെയ്താൽ കിട്ടും. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോയം. അത് 10-15 മിനിറ്റ് ഉണ്ട് അത്, പക്ഷെ വെരി വർത്ത്. അത് ആരാ ആലപിച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് മത്സരൻ നായരാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ഒരു പോയമാണ്. കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. കവിത ആസ്വദിക്കാൻ വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ഇത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു കവിതയാണ്. ഞാൻ കേട്ടിട്ടേ ഇല്ല, പോയി കേട്ടുനോക്കാം. അതെ. ഈ ദൂരദർശനിൽ പണ്ടേ എഞ്ചു അടിക്കുന്ന പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് നല്ല ഒരു എന്താ പറയുക എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ളതെന്നാണ് പറയുന്നത്. ചില സാധനങ്ങളൊക്കെ, ചില പസിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിലെ ആ സീരിയൽ സിനിമയിലെ ആളുകളായിരുന്നു. നെടുമുടി വേണു, ജഗന്നാഥൻ, അങ്ങനെയൊക്കെ അവരെ കുറേ പേര് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ഒരു പരിപാടിയായിരുന്നു. അതിനകത്ത് ഈ മാമ്പഴം കവിത അത് വന്ന ദിവസം ഓർമ്മയുണ്ട്. കാരണം ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് പാക്ഡ് ഓഡിയൻസ് ആയിരിക്കും. വീട്ടിലൊക്കെ വീട്ടിലവിടെ ടി വി ഉള്ളൂ. അപ്പോൾ അടുത്തുനിന്ന് ആളുകളൊക്കെ വന്നിരുന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയ്ക്ക് അവിടെയുള്ള ലേഡീസൊക്കെ കണ്ണൊന്ന് നനയുന്നത് ഓർമ്മയുണ്ട്. നമുക്കൊന്നും അറിയില്ല അതെന്തുകൊണ്ടാണ് ആ കവിതയ്ക്കൊക്കെ എത്ര ഇത് കിട്ടുന്നത്. മാമ്പഴം അവതരിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു. അപ്പോൾ അന്ന് അപ്പം പുരിയല്ലേ, ഇപ്പം പുരിയതെന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ ഈ പഴയ കവിതകൾ ഈ ചില സ്ഥലത്തൊക്കെ ഈ മറ്റേ ചില എന്താ പറയുക, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തെരുതെരെ പൂമഴയായി, പിന്നെ ഈ വരിയുണ്ടല്ലോ, ഇത് ഞങ്ങളവിടെ വേറെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സാൻ അനൂപിനൊക്കെ. അതായത് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തെരുതെരെ പൂമഴയായി, പിന്നെ കവിത മീമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിനാശേരി. കേരളം അതാണ് ഗാന്ധിജിക്കേണ്ട സംഭവം. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം മറ്റേ പൂതപ്പാട്ടില്ലേ, ഇടശ്ശേരിയുടെ മറ്റേ എന്താണ്, ഭൂതത്തിന് കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് അമ്മയുടെ അടുത്ത് വന്ന് ആദ്യം കൊച്ചിനെ കൊടുക്കുമെന്ന് ചോദിക്കും, കൊടുക്കില്ല എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പ്രലോഭിപ്പിച്ചു നോക്കും, പിന്നെ പേടിപ്പിച്ചു നോക്കും. ഉഗ്ര സാധനമായിരുന്നു അതിന്റെ ഒരു റെൻഡിഷൻ ഉണ്ട്. എന്താണ് നങ്ങേലി നങ്ങേലി. ഇവിടുന്ന് കണ്ണ് പോവും, കണ്ണ് കാണാണ്ടാവും. എന്നിട്ട് വൈക്കോല് വെച്ചൊരു കുട്ടിയെ കൊടുക്കും. അപ്പൊ ചെരുവിലെ കൂർത്തകല്ലിൽ കുഞ്ഞിനെ തേടി നടന്നാനമ്മ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അതിന്റെ ഒരു മോഡേൺ ആവിഷ്കാരമുണ്ട്. പൂതൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മുടെ ശിവജി ഗുരുവായൂർ അഭിനയിക്കുന്ന ഒരു ആൽബം ഉണ്ട്. അത് ചെയ്തിരിക്കുന്നത് ആട്ടം കലാസമിതി എന്ന് പറഞ്ഞിട്ട്. ഇത് അല്ല, കവിതയല്ല, കവിതയുടെ മോഡേൺ ആവിഷ്കാരം, മോഡേൺ വിഷ്വലാണ്. അതിന്റെ ഒരു എന്താ പറയാ, റീതിങ്കിങ് എന്ന് പറയാം. അതായത് ഒരു റീടെല്ലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ മകനെ അന്ന് അമ്മ രക്ഷിച്ചുകൊണ്ട് വന്നതാണ്. ഈ മകൻ അതിനുശേഷം വേറൊരു ക്രൈമിൽ പെടുന്നതായിട്ടാണ് സംഭവം കാണിക്കുന്നത്. ഒരു കാണാവുന്നൊരു സാധനം കേട്ടോ. പൂതൻ എന്ന് പറഞ്ഞിട്ടൊരു ആൽബമാണ്. അത് നോക്കാവുന്നൊരു സംഭവമാണ്. ശിവജി ഗുരുവായൂരാണ് മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ പൂതമായിട്ട് അത് പൂതത്തിനെ കാണിച്ചിരിക്കുന്നത് ഒരു കഥകളിയുടെ വേഷമൊക്കെ അഴിച്ചിട്ട് ഒരു ഇത് കച്ച കെട്ടിയിരിക്കുന്ന ഒരാളായിട്ടാണ്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ആട്ടം കലാസമിതി എന്ന് പറഞ്ഞിട്ടൊരു ചെണ്ട ഗ്രൂപ്പുണ്ട് തൃശ്ശൂരുള്ളവർ, അവരാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സാധനമാണ്, നല്ല വാല്യൂബിൾ. എനിക്കൊന്ന് ഒരുപാട് മലയാളം കഥകൾ ബേസിക്കലി അമ്മ മകൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് പോയംസ് ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലേ. ഈവൻ നമ്മുടെ ഇരയിമ്മൻ തമ്പിയുടെ ഇത് മറ്റേ രാജാവിന്റെ കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിറകിൽ നിന്ന് രാജാവ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിറകിൽ നിന്ന് റാണി കൊച്ചിനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ടിന്റെ ട്യൂണില് ഉന്തുന്തുന്തുന്തുന്തും താളെ ഉന്ത് എന്ന് പറഞ്ഞിട്ട് രാജാവ് ആളെ ഉന്തി ജയിച്ചു എന്നാണ് വെക്കുന്നത്. എന്നിട്ട് അടുത്ത ദിവസം രാജാവ് പറഞ്ഞു ആ ട്യൂണിൽ കവിത എഴുതാൻ പറഞ്ഞപ്പോൾ പുള്ളി എഴുതിയതാണ് എന്നല്ലേ പറയുന്നത്. അത് ഇതിഹ്യമാലയിലെ ഒരു കഥയാണ് അത്. ഏതോ ഒരു റാണിയുടെ ബുദ്ധി എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലുള്ളൊരു ആറ്റിങ്ങലായിരിക്കും. വരരുചി കേട്ടോ. പക്ഷെ പെരുന്തച്ഛൻ സിനിമയിൽ പെരുന്തച്ഛനുമായിട്ട്
പെരുന്തച്ചൻ സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പെരുന്തച്ചൻ ആണ് രാജാവുമായിട്ട് ചെസ് കളിക്കുന്ന രീതിയിലാണ്, ചതുരംഗം കളിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ വേറെ കഥയിൽ ഈ പറഞ്ഞ പറയപ്പറ്റ പതിരകുലത്തിലെ ആരോ ഒരാൾ ആണ് രാജാവുമായിട്ട് ഇതിൽ ഏർപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. വരരുചി തന്നെയാണോ എന്നും അറിയില്ല, ഓർമ്മയില്ല. പറയപ്പെട്ട പന്തിരുകുലം പറയുമ്പോൾ മലയാളത്തിന്റെ ഏറ്റവും ഫേമസ് പോയത്തിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. 12 മക്കളെ പെറ്റരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ, മധുസൂദനൻ നായർ. പുള്ളിയുടെ കവിത ചൊല്ലല് കേൾക്കാൻ ഒരു രസം തന്നെയാണ് കേട്ടോ. പുള്ളി 1-2 സദസ്സിൽ വന്നിരുന്ന് ചൊല്ലണ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ കവിതകൾക്കൊരു ചൊല്ലലിനൊരു ആ ടെംപ്ലേറ്റ് സൗണ്ടാണ്. ദൈവത്തിന്റെ വികൃതികളില് മഹാനിദ്രയിൽ, ഇരുളിൻ മഹാനിദ്രയിൽ അതെന്റെ റിപ്പീറ്റിലായിരുന്നു കുറെ നാള്. അതിങ്ങനെ ഇദ്ദേഹം തന്നെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് അത് ചൊല്ലുന്ന ഒരു സംഭവമുണ്ട്. അത് നല്ല അത് നമുക്ക് കേട്ടോണ്ടിരിക്കുക. അത് നമ്മളിങ്ങനെ റിപ്പീറ്റിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത് അറിയാലോ, കള്ള് സദസ്സുകളിലെ പ്രധാന ഐറ്റമാണ്. കഴിയുമ്പോൾ ചിലരൊക്കെ അടിച്ചു വരുന്നത്. അപ്പൊ നമ്മളത് ഇത് എവിടുന്ന് വന്നു, ഇത് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം. പണ്ട് ഈ സിനിമയൊക്കെ നമ്മൾ ഒഴിവാക്കിയിരുന്നത്, അവാർഡ് പടം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് ഇപ്പോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ അതിന്റെയൊക്കെ ഒരു മൂല്യം മനസ്സിലാകുന്നത്. കവിതയൊക്കെ നമ്മുടെ മറ്റേ എന്താ പറയാ പ്ലേലിസ്റ്റിൽ റിപ്പീറ്റ് ഇടുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതെന്തെങ്കിലും ഉണ്ട്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കടമ്മനിട്ടയുടെ പഴയ കവിതകളൊക്കെ ഉണ്ട്. മറ്റേ എൻ്റെ അച്ഛൻ്റെ കസിൻ, പുള്ളി ഇങ്ങനെ ഒരു പ്രസാദ് ഏട്ടൻ, പുള്ളി ഇപ്പം UK ആള് ഭയങ്കര ആരാധകനായിരുന്നു കടമ്മനിട്ടയുടെ. അയ്യപ്പ പണിക്കരും കടമ്മനിട്ടയും പലതും നമുക്ക് മനസ്സിലാവില്ല. ഈ കള്ളൻ എന്നൊരു കവിതയുണ്ട് അയ്യപ്പ പണിക്കരുടെ. ആ കവിത അത് നല്ല ഭംഗിയിൽ പുള്ളി അവതരിപ്പിക്കും. അതിന്റെ മറ്റൊരു വേർഷൻ ജയരാജ് വാര്യര് നൂറ്റാണ്ടീയം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോള് മാത്രം ഇട്ട് ഒരു തോർത്ത് കൊണ്ടുകൊണ്ട് പുള്ളിക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡപ്പ് ഷോ ഉണ്ട്. പുള്ളിയുടെ ആദ്യത്തെ ഹിറ്റാണ്. അതിൽ അദ്ദേഹം ഈ കവിത അവതരിപ്പിക്കുന്നുണ്ട്. നല്ല രസമാണ് കേൾക്കാൻ. കള്ളൻ എന്ന കവിത അയ്യപ്പ പണിക്കരുടെ. അതൊന്ന് കേട്ടു നോക്കാവുന്നതാണ്, യൂട്യൂബിൽ ഉണ്ടാവും, റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നല്ല രസമാണ് കേൾക്കാൻ. കടമ്മനിട്ടയുടെ കവിതകൾ കുറച്ചുകൂടി ഡാർക്കായിട്ട്, നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ എന്നൊരു സംഭവം ഇല്ലേ, അതൊരു കേട്ടിട്ടില്ല. അത് കവിതയുടെ പേര് ഓർമ്മയില്ല, എന്നാലും അതും കേൾക്കാറുള്ളൊരു കവിതയാണ്. കണ്ടിന്യൂ. പിന്നെ അഗസ്ത്യ ഹൃദയം എന്ന് പറഞ്ഞൊരു ഒരു കവിത. എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല കേട്ടോ, ഇത് ആൾക്കാർ ചൊല്ലുന്നേ കേട്ടിട്ടതേ ഉള്ളൂ. ഈ കവിതയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പണ്ട് ഈ കലോത്സവത്തിനൊക്കെ 12 പിള്ളേരുണ്ടെങ്കിൽ കവിതാ പാരായണത്തിന് 12 പിള്ളേരും ഈ 12 മക്കളെ പറ്റൊരമ്മയാ. വേറൊരു കവിതയും ഞാൻ കേട്ടിട്ടില്ല. ഈ നമ്മുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, നമ്മുടെ ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു ബുക്ക്, അൻവർ അബ്ദുള്ളയുടെ. അതിന്റെ തുടക്കത്തില് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത കോട്ട് ചെയ്തിട്ടുണ്ട്. അതും ഡ്രാക്കുള എന്ന് തന്നെയാണ് പേര്. അത് നല്ല രസമാണ് കേട്ടോ. അത് ഞാനത് കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം. അത് 4 വരിയേ ഉള്ളൂ, പക്ഷെ കവിത മുഴുവൻ വായിച്ചിട്ടില്ല. ആ 4 വരി നല്ല ഔട്ട്സ്റ്റാൻഡിങ് വരി. ആ ബുക്കിനേക്കാളും അടിപൊളിയാണ് ആ വരികൾ. ആക്ച്വലി സിനിമകളിൽ വരുന്ന കവിതകൾ എപ്പോഴും കുറച്ച് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും എന്നൊരു നാളും ഈ വഴിക്കായാലും, സ്പിരിറ്റിലെ മരണമെത്തുന്ന നേരത്ത്, അത് ആക്ച്വലി ഒരു നെക്സ്റ്റ് ലെവൽ സാധനമാണ്. എക്സ്ട്രീംലി ഇൻറ്റൻസ് സാധനം. പിന്നെ വേണമെങ്കിൽ ഈ ഒരു ചെമ്പനീർ പൂവരത്ത് ഞാനോമലയും ആ ഗണത്തിൽ പെടുത്താവുന്നതാണ്. പോയം മെലഡി എന്ന ഗണത്തിൽ പെടാതെ. അത് നമ്മുടെ പേരൻസിന്റെ ഒക്കെ ഒരു റിലേഷൻഷിപ്പ്, നമ്മുടെ പേരൻസിന്റെ ജനറേഷന്റെ ഒരു റിലേഷൻഷിപ്പ് ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്നും പറയൊന്നുമില്ലെങ്കിലും ഇറ്റ് ഇസ് ദെയർ. മുഖത്തോട് മുഖം നോക്കി ഇതൊന്നും പറയാറൊന്നും ഇല്ലെങ്കിലും ഇറ്റ് ഇസ് ദെയർ എന്നുള്ളത്. പൂമരമില്ലേ,
പൂമരം കണ്ടിട്ടുണ്ടോ? ഉം, ആ ആ ഉം. അതില് അല്ല തുടക്കത്തിലൊരു കവിതയുണ്ട്. അതില് കുറച്ച് കവിതകളുണ്ട്. ഞാനും എൻ്റെ ആളും അതാണോ? അയ്യോ അതല്ല അതല്ല, അല്ല അത് അതിന്റെ കവിതയായിട്ട് പാട്ട് പെടുത്തരുത്. ഉം. ആ, ഇതിലൊരു വഞ്ചിയുടെ ഒരെണ്ണം അല്ലേ, ഒരു മണലിലൊരു അതുണ്ട്. അതല്ലാതെ ഉം. ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് ഇതേ ഈ മറ്റേ കാളിദാസ് എഴുതിയ ഒരു കവിതയായിട്ട് മാഗസിനിൽ വന്ന ഒരു കവിതയായിട്ട് ആദ്യം ഒരു കവിത പാടുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു മൈമിന്റെ പ്രാക്ടീസ് ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സാറ് ആ പ്രാക്ടീസിന്റെ ഇടയിൽ ഒരു സാറ് ഒരു കടമനിട്ട കവിതയാന്ന് തോന്നുന്നു അത് അവിടെ പാടുന്നത്. അത് രണ്ടും നല്ല, അതായത് റീസെൻ്റ്ലി ഒരു സിനിമയിൽ കവിതകൾ ഇങ്ങനെ, അതായത് ഒരു ജെന്യുവനായിട്ട് കവിതകൾ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടത് അങ്ങനെയാണ്. അതൊരു നല്ലൊരു മൂവിയാണ്. ഒരു യുവജനോത്സവം, നമ്മുടെ ഒരു നമ്മളാ കാലത്ത് അറ്റ്ലീസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളൊരു വോളണ്ടിയർ ആയിട്ടൊക്കെ ഓടി നടന്ന ഒരു കാലത്തെ സൈഡിൽ അങ്ങോട്ടും ഓർമ്മിപ്പിക്കുന്ന ഇങ്ങോട്ടും ഓടുമ്പോൾ കേൾക്കുന്ന കാര്യമാണ്. അതെ. ആ സമയത്ത് അങ്ങനെയായിരുന്നു. സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് ഓട്ടോ ആയിരുന്നു ഒരു സമയത്ത് പരിപാടി. എനിക്കൊക്കെ ഈ മറ്റേ വെള്ളം കൊണ്ടേ കൊടുക്കലും ഇതൊക്കെ തന്നെ, ചായ കൊണ്ടേ കൊടുക്കലൊക്കെ തന്നെയാണ്, പേപ്പർ കൊണ്ടേ കൊടുക്കലൊക്കെ വാട്ടർ ബോയ്സ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ നല്ല ഓർമ്മയുള്ള ഒരു സംഭവമാണ്. അല്ല, അതായത് അത് ഒരു കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയ ഒരു സിനിമയാണ് അത്. പൂമരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മീം ഉണ്ടായിരുന്നു. അപ്പം അതല്ലേ ഏത് അല്ലല്ല ഇത് മറ്റേ നഗറിന്റെ അല്ലല്ല അതല്ല, അത് ഞാൻ ഉണ്ടാക്കിയത്. ഇത് മറ്റേ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കാളിദാസ് ജയറാം, മറ്റേ കടവത്ത് തോണിയടപ്പൂ വെള്ളമില്ലല്ലോ മഴയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഇന്നസെന്റ് ഇങ്ങനെ അടിക്കാൻ നിന്നിട്ട് ഉള്ള പൂമരം മുഴുവൻ വെട്ടി കപ്പലുണ്ടാക്കിയിട്ട് ഇപ്പൊ മഴയില്ലെന്ന് പറഞ്ഞോട്ട് നടക്കണം. പൂമരം തീരുമാനിക്കുമ്പോൾ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് തുടക്കത്തിൽ. വളരെ സിമ്പിൾ ലൈനാണ്. ലോർഡ് ബൈറൺ പറഞ്ഞൊരു പഴയ ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു, അതിനെപ്പറ്റി പറയുകയാണ്. അതായത് ഈ കാളിദാസ് ജയറാമിൻ്റെ കഥാപാത്രത്തിൻ്റെ അച്ഛൻ അവരോട് പറയുകയാണ്, അതായത് കുറച്ച് വരികൾക്കുള്ളിൽ ഒരു എന്തോ ഒരു എഴുത്ത് മത്സരം എന്തോ നടക്കുക പണ്ട്. അപ്പോൾ അതിൽ ആരോ ഇങ്ങനെ ഒരു വൈനിനെ പറ്റി എന്തോ കവിത എഴുതാൻ എന്തോ പറഞ്ഞു. അപ്പോൾ വളരെ ചെറിയ വരിയിൽ ലോർഡ് ബൈറൺ അന്ന് ഒരു ചെറിയ കവിത എഴുതി, വാട്ടർ മെറ്റ് ഇറ്റ്സ് മാസ്റ്റർ ആൻഡ് ബ്ലഷ്ഡ്. ആഹാ. അത്രേ ഉള്ളൂ, കവിതയാണ്. വൈനെ പറ്റിയിട്ടൊരു കവിതയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ആ സിനിമയിലുണ്ട്. ഭയങ്കര ഇത് ആൽബർട്ട് ഷൈൻ ശരിക്കും ഒരു കലാ ആസ്വാദകൻ്റെ മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. എന്തോ അതിന് ഒരു നോർമൽ ഓഡിയൻസിനെ കിട്ടിയില്ല. അതാണ് മീൻസ് അതിന് വേണ്ട ഓഡിയൻസിനെ അത് കിട്ടിക്കാണില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ മലയാളം വേറെ ഏതാ? പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സ്ഥിരം നമ്മൾ കോട്ട് ചെയ്ത രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട്. മറ്റേ താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ, അത് താക്കോൽ എടുക്കാതെ കൊണ്ടങ്ങ് ഫേമസ് ആയി. അതൊരു കവിതയാണ്. അത് കവിതയായിരുന്നു, താക്കോൽ കൊടുക്കാതെ അരുണോദയത്തിൽ. അല്ല കവിതയാണ് പഠിക്കാനുണ്ടായിരുന്നു. പഠിക്കാണ്ടായിരുന്നു നമുക്ക്. പിന്നെ പഴയ ദുരവസ്ഥ അന്താക്ഷരിയായിരുന്നു തോന്നുന്നത്. ദുരവസ്ഥ കുമാരനാശാന്റെ എല്ലാം അത് അതാ പറയണ, അതൊക്കെ കംപ്ലീറ്റ് മറ്റേ കേരളത്തിന്റെ ദാരിദ്ര്യസ്ഥിതിയിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കവിതകളാണ് അതൊക്കെ. മറ്റേ കറണ്ട് കെട്ടുള്ളപ്പോ പറയുന്നായിരുന്നു, വെളിച്ചം ദുഃഖമാണ് ഉണ്ണീൻ താമസല്ലോ സുഖപ്രദം. ഹോംവർക്ക് ചെയ്യാതിരിക്കാനായിട്ടില്ല. അത് അതുപോലെ ഭിക്ഷുകി. ചണ്ടാല വിഷുക്ക് അത് യുവജനോത്സവത്തിന് സ്ഥിരം ഇടുന്ന സാധനമാണ് ചണ്ടാല വിഷുക്ക്. ഈ ഒരു വരി മാത്രം അറിയാം, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. പിന്നെ ഇതുപോലെ ഒരു സാധനം കേട്ടിട്ടുണ്ട്, അതുള്ളതാണോന്നറിയില്ല. ഈ കുമാരനാശാൻ കിളിയെ കൊണ്ടാണ് കവിത പറയിപ്പിച്ചത്, ചൊല്ലിച്ചത്. പുള്ളി ചൊല്ലിയിട്ടില്ലെന്ന അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അപ്പം അത് പണ്ട് അമ്മ ആരോ പറഞ്ഞതാണ്. വയലാറ് ബോട്ട് മുങ്ങിയാണ് മരിച്ചത്. അപ്പോൾ പുള്ളിയുടെ ഏതോ ഒരു കവിതയിൽ പുള്ളി പറയുന്നുണ്ട്, ആണ്ടുപോകും ഞാൻ ആണ്ടുപോകും എന്ന് ഒരു വരി പുള്ളി ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കവിത എഴുതുന്നവർക്ക് അറം പറ്റുമെന്നും അത് അറിയാവുന്നതുകൊണ്ട് കുമാരനാശാൻ കിളിയെ കൊണ്ട് കവിത ചൊല്ലിക്കായിരുന്നു എന്ന് പറയണേ. പക്ഷെ കുമാരനാശാൻ ബോട്ട് മുങ്ങിയല്ലേ മരിച്ചത്? റെഡീമർ അപകടത്തിൽ. കുമാരനാശാനാണോ? കുമാരനാശാനാണ് റെഡീമറിലെ മരിച്ചത്. വയലാറല്ലേ ബോട്ട് മുങ്ങി മരിച്ചത്? അല്ല, കുമാരനാശാനാണ്. കുമാരനാശാനാണോ? ഓക്കെ. ആക്ച്വലി ശരിയാ, കുമാരനാശാൻ ബോട്ട് മുങ്ങി മരിച്ചു, എഴുത്തച്ഛൻ കിളിയെ കൊണ്ട്
പാടിച്ചു. കിളിപ്പാട്ട്, അതുകൊണ്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഞാൻ ചോദിച്ചത് എവിടെയാ പോകുന്നത്? അതെ അതും അതെ കവിതയായിട്ട് കൂട്ടാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ. രാമായണത്തിന്റെ റീഇന്റർപ്രിട്ടേഷൻ ആണല്ലോ അധ്യാത്മരാമായണം എന്ന് പറയുമ്പോൾ. മറ്റേത് ഇതില് ദൈവമല്ലേ, അതില് മനുഷ്യനും. ശരിക്കുള്ള രാമായണത്തിൽ മനുഷ്യനായിട്ട് ആധ്യാത്മരാമായണം കിളിപ്പാട്ടൊക്കെ കൊണ്ട് കാണുമ്പോ ദിലീപിനെയാണ് ഓർമ്മ വരുന്നത്. രാമനോ രാമനോ മുണ്ടില്ല, ലക്ഷ്മണനോ തോർത്തില്ല. അത് ആക്ച്വലി പണ്ട് കല്യാണം കഴിഞ്ഞ രാമനോ സമയത്ത് ഭാര്യ കർക്കടകത്തിന് വീട്ടിലിരുന്ന് ഇതുപോലെ തപ്പിപ്പെറുക്കി വായിക്കും രാമായണം. അപ്പൊ ഞാൻ സൈഡിൽ നിന്ന് പറയും രാമനോ മുണ്ടില്ല. എനിക്ക് ഈ തരാറുണ്ടായിരുന്നു ഈ രാമായണം അസൈൻമെന്റ്. അച്ഛനൊക്കെ വായിക്കും, പക്ഷെ അവര് പറയും ഞങ്ങളെപ്പോലെ ഈണത്തിൽ വായിക്കടാന്നൊക്കെ പറയും. നമ്മളിവിടെ അക്ഷരം 4-5 കൂട്ടി പറക്കി വായിക്കുന്ന, അവരിതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് അവരുടെ വിചാരം അവർ കാവാലം ശ്രീകുമാറാണെന്നാണ്. ഏഹ് അതുപോലെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച് അവർക്ക് അറിയാം സംഗതി എന്താന്നുള്ള കാര്യം. അതുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ, അമ്മയുടെ അച്ഛൻ, നല്ല നൈസായിട്ടുള്ള പരിപാടി ചെയ്തു. പുള്ളി ഇങ്ങനെ രാമായണം ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്ന ഒരു മനോരമയുടെ ഒരു സംഭവം വന്നിരുന്നു. അപ്പോൾ പുള്ളി അത് മാത്രം വായിക്കുകയുള്ളൂ, അതും വളരെ മനസ്സിലേ വായിക്കുകയുള്ളൂ. അങ്ങനെയായിരുന്നു രാമായണം വായന അദ്ദേഹത്തിന്. ഇത് മറ്റേ ഒച്ചയിൽ വായിക്കേണ്ട കാര്യമില്ല. അങ്ങനെയായിരുന്നു കുറേ കാലം. അപ്പോൾ ഇത് എന്താ പറയുക, അതിനകത്ത് ചില സംഭവങ്ങൾ നമുക്ക് കവിതയായിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതായത് ഇവിടെ ഇത് നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്, നല്ലതായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അച്ഛമ്മ അവിടെ രാമായണം വായിക്കുമ്പോൾ അമ്മ പണ്ട് സ്കൂളിൽ പഠിച്ച കവിതകൾ അതിൽ നിന്ന് എടുത്ത് മൗത്തിൽ നിന്ന് കേൾക്കാറുണ്ട്, അതായത് വായിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് ചൊല്ലുന്നു കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേറൊരു പോർഷൻ പഠിക്കാനുണ്ടായിട്ടുണ്ടാവാം. അതിങ്ങനെ ഓരോ സെറ്റ് ഇപ്പോൾ ഇത് ക്യൂറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് മാറ്റി ചെയ്തിട്ടുണ്ടാവാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്ന് തുഞ്ചൻ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മലയാളത്തിൽ ഇപ്പോൾ ഏതൊക്കെ പുസ്തകം ഏതിന്ന് മറ്റേ സിലബസ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഒരു സെറ്റ് ഓഫ് അധ്യാപകരായിരിക്കുമല്ലോ. ഇനി ചിലപ്പോൾ ഇതൊരു പുരാണം എന്ന രീതിയിലായതുകൊണ്ട് ചിലപ്പോൾ ഇനി പതുക്കെ ഒഴിവാക്കപ്പെടാം. അത് ഫോർ അനദർ ഡിസ്കഷൻ. ഈ വേറൊരെണ്ണം അച്ഛൻ പറഞ്ഞു എനിക്ക് അച്ഛനൊക്കെ സ്കൂളിൽ പഠിച്ച വേറൊരെണ്ണം ഈ അമ്മാകുട്ടി ഇതിലുണ്ട് ഒരെണ്ണമുണ്ട്. തൊട്ടിലാട്ടം ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോമന കയ്യുകൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കവിതയുണ്ട്. അതായത് അമ്മാനെ ചെറിയൊരു കുട്ടിയെ അപ്പൊ തട്ടി നീക്കുന്നത് എൽഡർ ചൈൽഡ് ആണ്. അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വരുന്ന ഒരു എൽഡർ ചൈൽഡിന്റെ ഒരു ഇത് ആങ്സ്റ്റ് ഒക്കെ ഉള്ള എനിക്ക് ഈ പറഞ്ഞ മാതിരി ഈ രണ്ടുപേരെയും എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഇറ്റ് പെയിന്റ്സ് എ പിക്ചർ അഗൈൻ. ഒരു അമ്മ അങ്ങനെ ഇതാക്കുമ്പോ വേറൊരു കുട്ടി വന്ന് ആ അറ്റൻഷൻ പോകുന്നതിനുള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ രണ്ടാമത്തെ ഒരു കുട്ടി വീട്ടിലുണ്ടാവുമ്പോ ഉള്ള. അത് ഇതേമാരെ രണ്ടുപേരും കവിതകളിൽ പെട്ടതാണ്. അതുമാതിരി വേറെ ഇങ്ങനെ കുറച്ചെണ്ണം പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ 4 വരി കവിതകളിൽ അപ്പുറം വേറെ ഒരെണ്ണം എന്താ പൂക്കുന്നിതാമല്ലോ പൂക്കുന്നില്ല നീ പൂക്കുന്നു തേന്മാവ്. അതാരാ എഴുതിയെന്നറിയോ? നീ ഐഡിയ? അത് പറഞ്ഞു കുറെയൊക്കെ ഈ പോപ്പ് കൾച്ചറിൽ ഭാഗമായി കഴിഞ്ഞെങ്കിലും ഒറിജിനൽ ഒരു കംപ്ലീറ്റ് ഹേസ് ആണ് അത്. സി കാര്യം ഫോളോ ചെയ്യുന്നവർക്ക് നല്ലപോലെ അറിയായിരിക്കും. വേറൊരെണ്ണം ഉണ്ടായിരുന്നു. എന്താ ബട്ടർഫ്ലൈസ് പറക്കുന്നതിനെ കുറിച്ചൊരു ഒരു കവിത, ചെറിയൊരു കവിത. എന്താ പൂക്കളിതാ പൂക്കൾ പറക്കുന്നമ്മേ. പോകുന്നിതാ പറന്നമ്മേ, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അതൊക്കെ വളരെ അതൊക്കെ ഭയങ്കര സിമ്പിൾ, ആരെയും വിഷമിപ്പിക്കുന്ന കവിതകളല്ല. ചെറിയ ചെറിയ നമ്മുടെ ഒന്നാനം കൊച്ചുതുമ്പിയൊക്കെ പോലെ വളരെ സിമ്പിൾ ഹാപ്പി കവിതകളാണ്. തിങ്കളും താരങ്ങളും താരങ്ങളും ഇതുപോലെ സ്കൂളിൽ പഠിക്കാണ്ടായിരുന്ന ചില സാധനങ്ങളിൽ കുറെ എക്സ്ട്രീം കവിതകളുണ്ട്. ഓർമ്മയുണ്ട മറ്റേ ഒരു KP കേശവമേനോന്റെ ഒരു കവിത ഉണ്ടായിരുന്നു. സ്ഫുടരുചി തടവും വിശാലവക്ഷസ്ഥടം അവഗാഢതരം പിളർന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. മറ്റേ പ്രസേനൻ സിംഹത്തിന്റെ അടിയേറ്റ് ചത്ത് കിടക്കുന്ന സെമന്തകമണി. ഇതൊക്കെ എപ്പോ ഞാൻ തേർഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു.
അപ്പൊ അങ്ങനെ വാചക കസരത്ത് നടത്തുന്ന കവിതകളും ഉണ്ട്, സിമ്പിൾ കവിതകൾ ഉള്ളതുപോലെ തന്നെ. ഈ മറ്റേ ഇതില് ആ, ഈ കിളിപ്പാട്ട് രാമായണത്തിലല്ലായിരുന്നു മറ്റേ ആ, രാമൻ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അതില് പറയുന്നുണ്ടല്ലോ, ആ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. അതൊക്കെ ഉം, കുറേശ്ശെ ഉം. ഇപ്പം ഓർമ്മ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇംഗ്ലീഷിലോട്ട് ആ, പിടിച്ചാലോ? ഒരു മലയാളം ആളെയും ഞാൻ കൂടെ പറയണം, ബിക്കോസ് ഇത് അബ്സല്യൂട്ട് ഫേവറേറ്റ് ആണ്. നന്ദിതയുടെ കവിതകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഷീസ് യങ് പോയിറ്റസ്, കേട്ടിട്ടുണ്ട്. ഡൈഡ്. ഉം. ഒരു രക്ഷയില്ലാത്ത കവിത. സൂയിസൈഡ് രണ്ട് ആയിരുന്നു. മലയാളത്തിലും സൂയിസൈഡ്. ഇംഗ്ലീഷിലും. എൻ്റെ ബുക്ക് ഇരിപ്പുണ്ട്, നന്ദിയുടെ കവിതകൾ. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വേറെ മലയാളം കവിതകൾ ഭയങ്കര തീക്ഷ്ണമായ കവിതകളാണ്. വെരി യങ് വെൻ ഷി പാസ്ഡ് അവേ. ആ ഒരു യങ് ഏജിൽ അത്രയും 20s നല്ല കവിതകൾ. 20s ഒരു പ്രത്യേകിച്ച് റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല. ഷി വാസ് മാരീഡ്. അന്ന് ആ മരിക്കുന്ന ദിവസം ഹസ്ബൻഡ് വന്ന് മീറ്റ് ചെയ്ത് അവർ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പിയായി തിരിച്ചു വന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗെറ്റ്സ് ന്യൂസ് ഇറ്റ് ഷീസ് അൺലിവ്ഡ് ഹെർസെൽഫ്. ഡിപ്രഷൻ ആയിരുന്നായിരിക്കാം, വി ഡോണ്ട് നോ. ഉം. ഒരു ഭയങ്കര രസമുള്ള കവിതകളാണ്. അതിൽ ചിലതൊക്കെ ഇറ്റ് ടോക്സ് അബൌട്ട് ലവ്, ലോസ്, അതൊക്കെയാണ്. കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കണം. എനിക്കിപ്പോ ഓർമ്മയില്ല. ഒരു ഇറ്റ് ടോക്സ് അബൌട്ട് ഹൗ എന്തോ എനിക്ക് ഓർമ്മയില്ല. ചെറിയ എന്താ ഒരു ആ ഒരു മെമ്മറീസ്, ഒരു എന്തോ സൂര്യതാപം പോലെ തീക്ഷ്ണമായ മെമ്മറീസിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. ഭയങ്കര ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള കവിതകളുണ്ട്. ഉം, വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട് ആൾക്ക്. ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കവിതകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ നല്ല രസമുള്ള കവിതകളാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ല കവിതകൾ എഴുതാൻ പറ്റിയേനെ. അൺഫോർച്ചുനേറ്റ്ലി മേ ബി അന്നത്തെ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ മെന്റൽ ഹെൽത്തിനൊന്നും ഹെൽപ്പ് കിട്ടാതെ പോയ ഒരാളായിരിക്കും. ആം, നന്ദിതയുടെ കവിതകൾ എന്നുണ്ട് ഒരു ബുക്കറ്റേ ഉള്ളൂ. അത് കിട്ടുവാണെങ്കിൽ. അല്ല, സി ദാറ്റ്സ് അനദർ തിങ്, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രി എഴുതണമെങ്കിൽ യു ഹാവ് ടു ബി എക്സ്ട്രീംലി സെൻസിറ്റീവ്. അത്രയും സെൻസിറ്റീവ് ആയിരിക്കുന്നവരുടെ എന്താ പറയുക, യാ ഫ്രാജൈൽ ഫ്രജൈൽ ആകാമല്ലോ. അല്ല, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എന്നാലും ഗോയിങ് ടു ഇംഗ്ലീഷ് പോയട്രി എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരു കവിയുണ്ട്, വീരാൻകുട്ടി. വീരാൻകുട്ടിയുടെ ഇത് കേട്ടിട്ടുണ്ട്. എനിക്കൊരു ഒരു റീഡേഴ്സ് സ്ക്വയറിൽ ഒരു ചെറിയൊരു ക്വിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പ്രൈസ് കിട്ടിയായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു സമാഹാരം, അതാണ് സമ്മാനം കിട്ടിയത് എനിക്ക്. ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീരാൻകുട്ടിയുടെ ഒരു കവിത പണ്ട് ഫേസ്ബുക്കിൽ കറങ്ങി നടക്കുന്നത്, അത് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. രണ്ട് വരി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു മിനിറ്റ്, അതിൻ്റെ തുടക്കം: മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്നോർത്ത് അകറ്റി നാം നട്ട മരങ്ങൾ. ഞാനത് രണ്ട് വരി. കണ്ടിരുന്നു. അതെ. ഈ രണ്ട് വരിയിലാണ് പുള്ളിയുടെ ആ കവിത. എൻ്റെ ഉണ്ട്, സമാഹാരമുണ്ട്. അത് ട്രാൻസ്ലേഷനാണ്, നന്നായിട്ട് നല്ലൊരു ചെറിയ പുസ്തകമാണ്, നല്ല ട്രാൻസ്ലേഷനാണ്. ഞാനത് വായിച്ചു തീർത്തതാണ്, പക്ഷേ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ പണ്ട് വേറൊരു ആർട്ടിക്കിൾ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ VK ശ്രീരാമനല്ലേ റൈറ്റർ, പുള്ളി പുള്ളിയുടെ ഒരു കോളമായിരുന്നു, ഏത് മാസികയെന്ന് ഓർമ്മയില്ല. അതിൽ ഏതോ ഒരു എപ്പിസോഡാണ് അത്. ജസ്റ്റ് ഒരു ബൈ ചാൻസ് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് എടുത്ത് വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് അയാൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കവിതകൾ അവർ ഡിസ്കസ് ചെയ്യുകയാണ്. അവരിങ്ങനെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഇപ്പോൾ പുള്ളി ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കവിത, ഏതോ ഒരു പുള്ളിയുടെ ഒരു സമകാലികൻ്റെ ഒരു കവിത, ഒരു യങ്സ്റ്ററുടെ കവിതയാണ് പുള്ളി പറയുന്നത്. അതായത് കവിത മുഴുവൻ വരികൾ ഓർമ്മയില്ല, പക്ഷേ രസമാണ്. അതായത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് കണ്ടിട്ട് പുള്ളി എഴുതിയ കവിതയാണ്. ഏതോ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്, ഒരു കൺസ്ട്രക്ഷൻ വരുന്ന കാരണം ഒരു പ്ലേ ഗ്രൗണ്ട് തൽക്കാലത്തേക്ക് നിർത്തി അതിന് നടുക്കൊരു മണ്ണുമാന്തിയ യന്ത്രം നിൽക്കുവാണ് ഇപ്പോൾ. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി എഴുതിയ കവിതയാണ്. കുട്ടികളത് നോക്കി നിൽക്കുന്നത് അത് കണ്ടപ്പോൾ: മണ്ണുമാന്തി നടക്കുന്ന യന്ത്രമേ, പന്ത് പോലൊന്ന് കിട്ടിയാൽ നിർത്തണേ, പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണടോ പന്ത് കായ്ക്കും മരമായി വളരുവാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതിലെ രണ്ടാമത്തെ വരി ഓർമ്മയില്ല, ഉഗ്ര സാധനമാണ്. ചെറിയ കവിത, 4 വരിയേ ഉള്ളൂ. പക്ഷെ നൊസ്റ്റാൾജിയാണ്. ഞാനും ഫേസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഇഷ്യൂ ആണിത്. ഞങ്ങളുടെ ഒരു ഗ്രൗണ്ട് ഇതുപോലെ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്.
അപ്പോൾ ആ ഒരു സംഭവം ഭയങ്കര അത് വല്ലാത്തൊരു സെൻറ്റിമെൻ്റാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ചിലതൊക്കെ നമ്മുടെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകും ചില സാധനങ്ങൾ. സ്ട്രിങ്സ് ടഗ് ചെയ്യും അല്ലാതെ. അതെ, അത് വല്ലാത്തൊരു ടഗ്ഗിങ് ആയിപ്പോയി. ഓക്കെ, കണ്ടിന്യൂ സാൻഡി. ഇംഗ്ലീഷിലേക്ക് പോവാം. ഹൈവേമാൻ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പിന്നെ ഇല്ല. 5-5.5 സാധനമാണ് എൻ്റെ അമ്മോ. The moon was a ghostly galleon. The wind was a torrent of darkness on the gusty seas. The moon was Moon was a ghostly galleon tossed upon cloudy seas. The road was a ribbon of ribbon moonlight of on the moonlight. purple moor. And the And the highwayman came riding. അത് Highwayman അത് came ഈ- riding to the old എനിക്ക് moor. തോന്നുന്നു പോയട്രിയിലെ ട്രാജഡീസ് ഹാവ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഇമ്പാക്റ്റ്. അത് എനിക്ക് ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര വിവിഡ് പിക്ചേഴ്സാണ് അതിൽ. ഇപ്പം കേൾക്കുന്നവർക്ക് അത് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇംഗ്ലണ്ടിൽ പണ്ട് നടക്കുന്ന സംഭവമാണ്. ഒരു ഹൈവേമാൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനാണ്. അയാൾക്ക് ഒരു സത്രം ഉടമസ്ഥൻ്റെ മകളുമായി പ്രേമത്തിലാണ്. അപ്പോൾ പുള്ളി ഏതോ ഒരു വലിയ കൊള്ള നടത്തിയിട്ട് അവളെയും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത് പറയും, നാളെ ഞാൻ കൊള്ള നടത്തിയിട്ട് കാശുമായിട്ട് വരും, എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് പറയും. അപ്പൊ അത് ഷീ വെയിറ്റ്സ്. പക്ഷെ അവിടെ മറ്റേ ആ സത്രക്കാരന്റെ കുതിരക്കാരൻ എന്തോ അത് കേൾക്കും. അപ്പൊ അവനും ഇവളെ ഇഷ്ടമാണ്. കുതിരക്കാരൻ പോയി ഇവനെ ഒറ്റ കൊടുക്കും. അപ്പോൾ അടുത്ത ദിവസം ഇവൻ വരുന്ന സമയത്ത് ഈ പോലീസുകാർ വന്ന് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കും, സത്രത്തിൻ്റെ അകത്ത്. അപ്പോൾ ഈ പെണ്ണിനെ അകത്ത് പൂട്ടിയിടും, അവള് വാൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവള് മുറിയിൽ നിന്ന് നോക്കുമ്പോൾ അവൻ വരുന്നുണ്ട്. അവള് തോക്കെടുത്ത് സ്വയം അവൻ വരുമ്പം വെടിവെച്ച് മരിക്കും. ഷീ വാണ്ട് ഹിം വിത്ത് ഹെർ ഡെത്ത് എന്നാണ്. അപ്പം അവന് ആരാണ് മരിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ നോക്കാരത്ത് ആരോ അവിടുന്ന് വെടിപൊട്ടുന്നു, അവൻ തിരിഞ്ഞ് പോകുന്നു. പിന്നെ കാലത്താണ് അവൻ അറിയുന്നത് ഇവളാണ് മരിച്ചതെന്ന്. അപ്പം എന്നിട്ട് ഇവൻ തിരിച്ച് മറ്റേ റെഡ് കോട്ട്സിൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുകയും അവർ ഇവനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ രാത്രിയാവുമ്പോൾ ഇയാൾ വരുന്ന ശബ്ദവും അവള് ജനൽക്കൽ വന്ന് നിൽക്കുന്നതും ഒക്കെ ആളുകൾ കാണുന്നത്. ജോണി വോക്കറിൽ മമ്മൂട്ടി പ്രായം ചെന്ന പ്രായത്തിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ല, കോളേജിൽ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, അനിയന്റെ കോളേജിൽ. രഞ്ജിതയാണ് ലെക്ചറർ, ടീച്ചർ. പുള്ളിക്കാരി പറയുമ്പോ ഇവനെ എഴുന്നേറ്റ് നിന്ന് അതിങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നേ, വിജയലക്ഷ്മി ടീച്ചർ. പുള്ളിക്കാരി ഈ കവിത ചൊല്ലിക്കുമ്പോൾ ഇതിനകത്ത് the road was a ribbon of moonlight on the purple moor. മൂർ എന്നാണ് എഴുതിയേക്കണേ. പുള്ളിക്കാരി പറയും മോർ എന്ന് വായിക്കാൻ പറയും. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് ലൈനിൽ ദ ഹെവിമാൻ കെയിം റൈഡിങ് ടു ദ ഓൾഡ് ഇൻ ഡോർ എന്നാണ്. അപ്പോൾ ഇനൻസിയേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അതങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം പ്രൊണൗൺസിയേഷൻ എപ്പോഴും മറ്റേ കവിത പാടുമ്പോൾ അതിന്റെ ഒരു കുഴപ്പമില്ല, നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നാണ് പുള്ളിക്കാരിയുടെ പക്ഷം. നൈസായിരുന്നു. അതുപോലെ വേറൊരു കവിത ഓർമ്മയുള്ളത് ഗുഡി ബ്ലേക്ക് ആൻഡ് ഹാരി ഗിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഗുഡി ബ്ലേക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സൈസൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, ഭയങ്കര ഒരു നാട്ടുപ്രമാണിയൊക്കെയാണ്. ഇപ്പോൾ ഗുഡി ബ്ലേക്ക് ഒരു വയസ്സായ സ്ത്രീ, ഹാരി ഗില്ലാണ് ഈ നാട്ടുപ്രമാണി. അപ്പം ഈ ഗുഡി ബ്ലേക്ക് ദാരിദ്ര്യം കാരണം ഒരു ദിവസം ഇയാളുടെ വീട്ടിൽ നിന്ന് 2 കഷ്ണം വിറക് മോഷ്ടിക്കാൻ നോക്കും, കത്തിക്കാനായിട്ട്, തണുപ്പ് അകറ്റാനായിട്ട്. അതിനയാൾ പിടിച്ച് അവരെ കുറെ അപമാനിച്ചു വിടും. അപ്പോൾ അവർ പോകുന്ന പോക്കിൽ അവർ പ്രാഗിയിട്ടു, നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ ചൂട് കിട്ടാതിരിക്കട്ടെ എന്ന്. പിന്നെ പുള്ളി എവിടെ പോയി നിന്നാലും, ഏത് തീൻ്റെ അടുത്ത് പോയി നിന്നാലും പുള്ളിക്ക് എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു കവിത. അതും പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ എല്ലാവരും റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയംസ് എന്തായാലും കേട്ട് കാണും. നമ്മുടെ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, സ്ഥാനത്തും അസ്ഥാനത്തും കേൾക്കുന്ന വേറൊരു, എനിക്ക് തോന്നുന്നു മലയാളത്തില് നമ്മുടെ നാറാണത്ത് ഭ്രാന്തന്റെ ഇക്വലന്റ് ആണ് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. പിന്നെ റൈം ഓഫ് ദ ഏൻഷ്യന്റ് മാരിനർ എന്ന് പറഞ്ഞൊരു കവിത ഇങ്ങേരുടെ ആൽബർട്രോസിന്റെ ഒരു കഥ, സാമുവൽ ടൈലർ കോളറിഡ്ജ്. നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കണത് അതൊക്കെ. അതെ, അത് നല്ലൊരു
എന്താ പറയുക, ഒരു ഇംപെൻഡിങ് ഡൂമിന്റെ ഒരു എന്തുവാണ് അത് മറ്റേ ഒരു മെറൂൺ ആൽബട്രോസിനെ ടൈപ്പ് ഒരു കൊന്നിട്ട് ബാഡ് ലക്ക് ഉണ്ടാവുന്നതാണോ? ബാഡ് ലക്ക് അതാണോ? ആ ഉണ്ടാവും. അതെ. ഷിപ്പില് ഇങ്ങനെ ഒരു വെയിറ്റ് ചെയ്യും, എന്തായാലും മരിക്കും. വെയിറ്റ് ഓരോരുത്തരായിട്ട് മരിക്കുന്നതും അയാള് വെയിറ്റിംഗ് ചെയ്യുന്നതും ലാസ്റ്റ് മാരിനറാണ്. അത് അയാൾ രക്ഷപ്പെടുന്നു, അങ്ങനെ എന്തോ ആണ്. എന്നിട്ട് അയാള് വന്ന് ഈ കഥ പറയണതാണ്. അതെ, അയാൾ അങ്ങനെ വന്ന് എന്തോ കഥ ആണ്. പറയുന്നതാണ്. അയാൾ രക്ഷപ്പെടും. അയാള് പക്ഷെ ആണ് ഈ കഥ. അല്ല അയാള് ഹീസ് ഓൺലി സർവൈവർ അങ്ങനെ എന്തോ, എനിക്കിപ്പോ ഓർമ്മയില്ല. അയാളാണ് ഒരു എന്താ പറയാ സീഷോറിൽ വന്നിരുന്ന് പറയുന്ന ആൽബട്രോസിന്റെ കഥ പറയുന്നതാണ്. അങ്ങനെ എന്തോ ശരി. ഭയങ്കര ഹാപ്പി കവിതയൊന്നും അല്ല, നോർത്ത് വെച്ച് പാട്ട് വളരെ സാഡ് ഡിപ്രസിങ് കവിതയാണ്. പിന്നെ അതുപോലെ ഒരു അല്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ പെയിന്റ് ചെയ്യാൻ പറ്റി ആ കവിതയിൽ. ഒരു ചെറിയ തലസഫോണിക് കടൽ. തലാസഫോബിയ. പിന്നെ ഇതുപോലെ വേറൊരു സാധനം കേട്ടുള്ളത് ഫോഗ് എന്നും പറഞ്ഞിട്ട് വില്യം ഹെൻറി ഡേവിസ്. എന്ന് വെച്ചാൽ ഒരുത്തൻ പുറത്തിറങ്ങാണ്, ഭയങ്കര ഫോഗ്, ഒരു കുന്തോ കാണാൻ പറ്റുന്നില്ല. ഇറ്റ് മേക്സ് ഡ്വാർഫ്സ് ഔട്ട് ഓഫ് ജയന്റ് മെൻ ആൻഡ് ജയന്റ് മെൻ ഔട്ട് ഓഫ് ഡ്വാർഫ്സ്. അങ്ങനെയൊക്കെ ആണ് അവിടെ കാണുന്നത്. അയാൾക്ക് ഒരു വഴിയില്ല, എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല. അപ്പൊ അവസാനം ഒരു മനുഷ്യൻ വന്നിട്ട് പറയാം, എന്റെ കൂടെ വാ, എന്നെ വിശ്വസിച്ച് കൂടെ വാ, ഞാൻ കൊണ്ടുപോകാന്ന് പറയും. ബ്ലൈൻഡ് മാൻ ലെറ്റ് മീ എന്റെ ബ്ലൈൻഡ് മാൻ ലെഡ് മീ ഹോം. എങ്ങനെയായിരുന്നു? ഐ സോ ദ ഫോഗ് ഗ്രോ തിക്ക് ആൻഡ് അതിലൊരു യൂസ് ഉണ്ട്. പുള്ളി അത് യൂസ് ചെയ്തതായിരിക്കും മിക്കവാറും. അത് ഏൻഷ്യൻ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. വിച്ച് സൂൺ മെയ്ഡ് ബ്ലൈൻഡ് മൈ കെൻ മീൻസ് നോളജ് ഓർ സംതിങ്. എൻ്റെ ഇതായിരിക്കും, സെൻസസ് ആയിരിക്കും. ഇറ്റ് മെയ്ഡ് ടോൾ മെൻ ഓഫ് ബോയ്സ് ആൻഡ് ജൈൻസ് ഓഫ് ടോൾ മെൻ, അങ്ങനെ എന്തോ സംഭവം. ഈ 4 വരി ഓർമ്മയുണ്ട്, മുഴുവനല്ല. വില്യം ഡേവിസ് അല്ലേ? നൈസ്. വില്യം ഹെൻറി ഡേവിസ്. അതെ. പിന്നെ മറ്റേ റൈം ഓഫ് ഏൻഷ്യന്റ് മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വരികൾ പറയാറില്ല. വാട്ടർ വാട്ടർ എവരിവെയർ, നോർ എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക്, വാട്ടർ വാട്ടർ എവരിവെയർ, ഓൾ ദ ബോട്ട്സ് ഡിഡ് സ്ട്രിങ്, അങ്ങനെ മാറിയെന്നുണ്ട്. പിന്നെ മറ്റേ റേവൻ ഉണ്ടല്ലോ, പോയുടെ എഡ്ഗർ അലൻ പോ. അത് പുള്ളി ഒരു എന്താ ഒരു ഗേൾഫ്രണ്ടോ ആരോ നഷ്ടപ്പെട്ടിട്ട് ഒരാള് ദുഃഖിച്ചിരിക്കുമ്പോൾ വീട്ടിലൊരു റേവൻ വരുന്നു. അപ്പൊ ഇയാള് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം നെവർ മോർ എന്നാണ് അത് ഉത്തരം പറയുന്നത്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് മോർ ആൻഡ് മോർ ഡിപ്രസിങ്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നെവർ മോർ എന്ന് പറഞ്ഞ് ഉത്തരം കിട്ടുന്നത്. ടൈഗർ വായിച്ചിട്ടല്ലേ? എനിക്ക് ആ കവിത ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ആണ്. ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദ നൈറ്റ്. വായിച്ചിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ട്. അതെ, അതിനെ കുറിച്ച്. പക്ഷെ കവിതയുടെ അർത്ഥം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതെന്തോ പുള്ളി എന്തോ മിസ്റ്റിസിസം ആണ് എന്ന് മാത്രം പണ്ട് പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ട് അതിന്റെ റിയൽ മീനിങ് എന്താണെന്നറിയില്ല. പുള്ളി ക്രിസ്ത്യൻ ബിലീഫ്സ് അല്ലെങ്കിൽ സിംബോളിസം ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനെ റീവിസിറ്റ് ചെയ്തിട്ടില്ല. കവിത അങ്ങനെ വായിക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ പോയി അന്വേഷിച്ചതും മനസ്സിലാക്കിയിട്ടില്ല. രേഖ പറഞ്ഞ പോലെ കവിത വായിച്ച് മനസ്സിലാക്കാനൊരു വിവരം വേണമല്ലോ, അതില്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ പോയിട്ടില്ല. ഒരു സാധനമുണ്ട്, സിൻഡ്രല്ല സ്റ്റോറി എന്നൊരു പഴയൊരു സിനിമ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ടീനേജ് ഒരു മൂവിയായിരുന്നു. അവിടെ നമ്മുടെ ഹിലറി ഡഫ് എന്നിട്ടൊരു പുള്ളിക്കാരിയായിരുന്നു ആക്ട്രസ് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു സിൻഡ്രല്ല കഥയുടെ മോഡേൺ വേർഷനാണ്. നമ്മുടെ ഈവിൾ സ്റ്റെപ്പ് മദറായിട്ട് ജെനിഫർ കൂളേജ് ആണ്. അതായത് നമ്മുടെ അമേരിക്കൻ പൈയിലെ സ്റ്റിഫ്ലസ് മോം പുള്ളിക്കാരിയുടെ അതിൽ ഒരു സംഭവം. ഇവർ ചാറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും തമ്മിൽ അറിയാതെ. ഈ പ്രിൻസായിട്ട് ചെയ്യുന്ന ആളും പ്രിൻസ് ചാമിങ്ങും സിൻഡ്രല്ലയും, അതായത് മോഡേൺ ഡേ സിൻഡ്രല്ലയും കൂടി ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് തമ്മിൽ അറിയില്ല, ഒരു ചാറ്റ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവൻ ഒരു കവിത കോട്ട് ചെയ്തിരുന്നു. ഞാൻ ആ സാധനം ഇടയ്ക്കിടയ്ക്ക് വാരി ഇതിൽ അലക്കാറുണ്ട്, ഫേസ്ബുക്കിലിടാറുണ്ട്. നമ്മുടെ ടെന്നിസൻ്റെ കവിതയാണ്, മുഴുവനില്ല. അതിൽ അവർ പറയുന്ന ഒരു 4 വരി കണ്ടേ ഉള്ളൂ. Half the nights I waste in sighs, in a wakeful doze I sorrow, for the lips, the hands, the kiss, the meeting of morrow എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് 4 വരിയുണ്ട്. പക്ഷേ ആ 4 വരിക്ക് ഇടയിൽ വേറെ വരികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സാധനങ്ങൾ ഒഴിവാക്കിയതാണത്. അത് മോഡ് എന്നാണ് കവിതയുടെ പേര്, MAUD, മോഡ്. ഇതൊരു കവിത. പിന്നെ ഹൊറർ പോയംസ് വല്ലതും
ഓർമ്മയാണ്. ഇത് ഒരു സിനിമയിൽ കണ്ടിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് ഈ പോയം ശ്രദ്ധിക്കുന്നത്. ആൻറ്റിഗോണിഷ് എന്ന് പറഞ്ഞിട്ടൊരു പോയമാണ്. റൈറ്റർ വില്യം ഹ്യൂസ് മിയൺസ്. അപ്പോൾ അത് പോയത്തിൻ്റെ ലൈൻ ഇങ്ങനെയാണ്: യെസ്റ്റർഡേ അപ്പോൺ ദ സ്റ്റേഴ്സ് ഐ സോ എ മാൻ ഹു വാസൻ ദെയർ, ഹി വാസൻ ദെയർ അഗെയിൻ ടുഡേ, ഐ വിഷ് ഹി വുഡ് ഗോ അവേ. അത് മറ്റേ ഒരു ഫിലിമിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബ്രില്യൻ്റ്ലി ഇൻ ദാറ്റ്. പേര് ഓർമ്മയിലായിരുന്നു, ഇത് കേട്ടിട്ടുണ്ട്. Nice. കേട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്ട്രീംലി ക്രീപ്പി സാധനം. സ്റ്റീഫൻ കിങ് എഴുതിയിട്ടുണ്ടല്ലോ ഒരു സാധനം, പാരനോയിഡ് ചാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പുള്ളിയുടെ ഏതോ ഒരു ബുക്കിനകത്ത് ഒരു കവിതയായിട്ടുണ്ട്. ഒരു പാരനോയിഡ് ആയിട്ടൊരാൾ, അയാൾ വിചാരിക്കുന്ന അയാൾ ഗവൺമെൻറ് സ്പൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. പുള്ളി എല്ലാത്തിലും, പുള്ളി പുറത്തിറങ്ങാൻ പുള്ളിക്ക് പേടി, പുള്ളിക്ക് മറ്റേ മെഷീൻ ഉപയോഗിക്കാൻ പേടി, അങ്ങനെ മൊത്തം എല്ലാ സ്ഥലത്തും ഗവൺമെൻറ് അയാളെ, ബിഗ് ബ്രദർ അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പുള്ളിയുടെ ഒരു വിചാരം. പക്ഷെ സ്റ്റീഫൻ കിങ് എഴുതിയിട്ടുള്ള പോയംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു റൊമാൻറ്റിക് പോയമാണ്. പുള്ളി പറയും, യുവർ ഹെയർ ഇസ് വിന്റർ ഫയർ, ജനുവരി എംബേഴ്സ്, മൈ ഹാർട്ട് ബേൺസ് ദെയർ ടു. ഇറ്റല് ബെവർലി മാഷിനെ പറ്റി എഴുതുന്നതാണ്. ഒരു അടിപൊളി കവിതയാണ് അത്. ആക്ച്വലി നമ്മുടെ ഉറുദു പോയറ്റ്സ് ഭയങ്കര ഭംഗിയായിട്ട് എഴുതും. ഇന്നാള് ഞാൻ നമ്മുടെ പ്രായമായതുകൊണ്ടായിരിക്കും ഫീൽഡിലൊക്കെ വന്നത്. എന്താ ചാന്തി ഉഗ്നെ ലഗേ ഹെ ബാലോ മേ യേ ഉമർ തും പേ ഹസീൻ ലഗ്തേ എന്ന് പറഞ്ഞിട്ട് ഗുൽസാറിന്റെ ഒരു പോയട്രി. അത് എന്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുടി നരയ്ക്കുന്നതിനെ പറ്റിയാണ്. മുടി നരയ്ക്കുന്നതിനെ ചാന്തി ഉഗ്നെ ലഗേ ഹെ ബാലോ മേ യേ ഉമർ തും പേ ഹസീൻ ലഗ് രഹാ ഹൈ. ഇറ്റ്സ് ജസ്റ്റ് അൺബിലീവബിളി ബ്യൂട്ടിഫുൾ. എന്നിട്ട് അതിൽ പറയുന്നത് എന്ത്, ഈ ഹാംല ഷാഖെ ദേക്കർ ഗുൽമോഹർ, അതായത് എനിക്ക് ഹാംല ഷാഖെ എന്താന്ന് അറിഞ്ഞുകൂടാ, ഐ എം അസ്യൂമിങ് എന്തോ whatever. ഗുൽമോഹർ പൂ വിരിഞ്ഞു തുടങ്ങി. വസൻ തോടാ സാ ബഡ് ഗയാ ഹൈ ബട്ട് ഇറ്റ് ലുക്സ് നൈസ് ഓൺ യു. വണ്ണം വച്ചു, പക്ഷെ ഇറ്റ് ഇസ് as you age, these are all things that happen to a woman. Man woman ജെൻഡർ ന്യൂട്രൽ ആയിട്ട് സംഭവിക്കുന്നത്. പക്ഷെ അതിന് ഇത്ര ഭംഗിയായിട്ട് അപ്രീഷിയേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്നത് അതൊരു കഴിവ് തന്നെയാണ്. അത് ഉറുദു പോയറ്റ്സ് എസ്പെഷ്യലി പറയുന്ന പല കവിതകളും അയ്യോ ഭയങ്കര രസമുള്ള കവിതകളാണ്. വേറെ ഒരെണ്ണം, ഐ ഡോണ്ട് റിമെമ്പർ ഹു ദ ഓഥർ ഇസ്. അതിൽ പറയുന്നത് എന്താ, മുത്സെ എന്തോ ജൈസെ മൊഹബത്ത് ന മാങ് ദുനിയാമേ ഓർ ഭി എന്തോ. സോ ബേസിക്കലി ഇറ്റ് സെയിങ്, പണ്ടത്തെ പാര എന്നോട് സ്നേഹിക്കാൻ പറയരുത്, കാരണം ലോകത്തില് വേറെയും പല കാര്യങ്ങളും ഉണ്ട് മൊഹബത്ത് കെ സിവായ്. പലതും കണ്ട് ഫെയ്ഡഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കവിതകള്. ഐ തിങ്ക് ഉറുദു പോയറ്റ്സ് നെക്സ്റ്റ് ലെവലാണ്. റൊമാൻസും ഈവൻ വീവിംഗ് ഇൻ ഷായരി, ഇതൊക്കെ ഭയങ്കര രസാണ്. ജാവേദ് അക്തർ ആൻഡ് ഗുൽസാർ പിന്നെ പറയണ്ടല്ലോ, രണ്ടുപേരും ആശാന്മാരാണ്. മറ്റേ വിളിയില്ല അമീർ ഖുസ്രു, അതിനു മുമ്പ് വേറെ ആൾക്കാരുണ്ട്. മറ്റേ ഒരു അലഹബാദി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ സൂട്ടബിൾ മാനിൽ ഒരാളെ ഇതേമാരെ കോട്ട് ചെയ്യുന്നുണ്ട്, പേര് എനിക്ക് കിട്ടുന്നില്ല. ഇതേമാരെ കവിതകള് ചെയ്യുന്നത്. എനിക്കിത് it's one of those poetry that I really enjoy, maybe because it's about love. ഇത്ര പ്രായമായെങ്കിലും നമ്മളൊക്കെ ഒരു തരത്തിൽ എവിടെയൊക്കെയോ നമ്മളെ യൂത്ത്ഫുൾനെസ് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനത്തെ ലവ് പോയിംസ് ഒക്കെ ഇഷ്ടമാണ്. ആൻഡ് ഉറുദു പോയട്രി നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റാത്ത പല ഇമോഷൻസും ഉറുദു പോയട്രി പെയിന്റ്സ് ബ്യൂട്ടിഫുള്ളി. അത് മിർസ ഗാലിബ്, അങ്ങനെയുള്ള ആളുടെ പേര്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നിപ്പറ്റ്സ് എനിക്ക് വായിക്കാൻ, ഉറുദു നമുക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവര് പറയുന്നതും പല വാക്കുകളുടെയും അർത്ഥം നമുക്ക് അറിയാത്തതുകൊണ്ട് ഗൂഗിൾ ചെയ്താലും ചിലപ്പോൾ കിട്ടില്ല. ഇത്തിരി ബ്രോക്കൺ ആണ്, പക്ഷെ യു ഗെറ്റ് ദ ജിസ്റ്റ് ഓഫ് ഇറ്റ്. ഈ ഹാമല ഷാഖ എന്താന്ന് എനിക്ക് അറിയില്ല, പക്ഷെ റെസ്റ്റ് ഓഫ് ഇറ്റ് എനിക്ക് കാര്യം പിടികിട്ടി. ഞാനിവിടെ നിമ്മോനോട് പറഞ്ഞു, ഇനിയൊക്കെ ഒരു കവിത എഴുതി തന്നൂടെ എനിക്ക്, ഞാൻ എത്ര വണ്ണം വെച്ചാലും കുഴപ്പമില്ല, സുന്ദരിയാന്നുള്ള കവിത എഴുതി തന്നൂടെ എനിക്കൊന്ന്.
ഐ തിങ്ക് രാഖി ഈസ് എ വെരി ലക്കി വുമൺ. ഗുൽജാറിനെ മാരുടെ ഹസ്ബൻഡിനെ കിട്ടി ഇത്രയൊക്കെ പൊക്കിയടിച്ച് എഴുതുന്നുണ്ടല്ലോ. പുള്ളിക്കാരന് അതിന് മുമ്പ് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല, എന്നെ കളഞ്ഞിട്ടല്ലേ ഷാക്കി എടുത്തു വന്നത്. ഗുൽജാർ ഐ ഡോണ്ട് തിങ്ക് ഓൺ പേപ്പർ വേറെ മനുഷ്യനും ജീവിതത്തിൽ വേറെ അത് മനുഷ്യനാണ്. പറഞ്ഞപ്പോഴാണ് ഷബാന ആസ്മി ജാവേദ് അക്തർ പണ്ട് ഏതൊരു ഇതിൽ പറഞ്ഞാണ് ജാവേദ് അക്തർ വീട്ടിൽ വരുമ്പോ എല്ലാരും ഓടി വരുന്നത് എന്താന്ന് പറയുമ്പോ ജാവേദ് അക്തർ വീട്ടിൽ കയറി വരുന്നത് സബാന എന്ന് വിളിച്ചിട്ടാണ് വരുന്നതെന്ന്. സബാന ഒന്നും പറയണ്ട. ഒരു കവിത ഉണ്ടായിരുന്നത് ഖുദീക്കോ കർ അല്ല അതല്ലായിരുന്നല്ല മറ്റേ തുമ്മാകെ ഹോ നൂറാകയാ ഹെ, അതിനെയും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. തുമ്മാകെ ഹോ നൂറാകയാ ഹെ ചലോ ഹം തീനോ बैठ के दारू पिएंगे. വാ 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 വാ. ആ വാ. പക്ഷെ എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ് സം പോയിന്റ് വി ഷുഡ് ഹാവ് എ സെഷൻ അബൌട്ട് ലിറിക്സ് പോയംസിന്റെ. മറ്റേ നമ്മുടെ ദിൽ തോ ബച്ചാ ഹെ ജി എന്ന് പറയുന്ന ആ പാട്ടുണ്ടല്ലോ, അതില് എന്താണ് ഞാൻ ऐसी उलझी नजर उनसे हटती नहीं, दांत से रेशमी डोर कटती नहीं. ഉഗ്രൻ സാധനങ്ങളാണ് അതൊക്കെ. ദോ ബാൽ സുഫേദ് ഹോ ഗയേ उम्र അതുകൊണ്ട് कब के बरस के सफेद हो गई, कारी बदरी जवानी की चटती नहीं. ആ പാട്ട് നല്ല രസമുള്ള ഒരു പാട്ടാ. ഭയങ്കര രസമാണ് മൂവിയും നല്ല കേൾക്കാൻ. അടിപൊളി മൂവിയായിരുന്നു. ഫത്തേ അലി വളരെ ഖാൻ ആണല്ലോ അത്. അർഷദ് വാരി ഫത്തേ അലി ഖാൻ, വിദ്യാബാലനും. അടിപൊളി മൂവിയായിരുന്നു അത്. അടിപൊളി മൂവിയായിരുന്നു അത്. അപ്പൊ ആരെങ്കിലും വേറെ ഒന്നും പറയാനുണ്ടോ? subtitles ഒന്ന് ഓണാക്കി. തഗ്. എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല അത് ഗുൽസാറിന്റെ പാട്ടുകളൊക്കെ അത് തന്നെയാണ്. നമുക്ക് സാധാരണ ഉറുദു കൊണ്ടൊന്നും മനസ്സിലാവില്ല. ഈ പഴയ റഫിയുടെ പാട്ടുകളൊക്കെ ഇല്ലേ, ആ സമയത്തൊക്കെ എഴുതിയിരുന്ന ഈ മജ്രൂ സുൽത്താൻപുരി എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്ററുണ്ട്. മുത്തശ്ശൻ ഭയങ്കര ആരാധകനായിരുന്നു റഫിയുടെ. കിഷോർ കുമാറിനേക്കാളും പുള്ളിക്ക് റഫിയായിരുന്നു. അപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ബോംബെയിൽ കുറച്ചാൾ പുള്ളി വന്ന് ഈ മറ്റേ അവരുടെ ഈ ഓപ്പൺ ടീ ഹൗസുകൾ ഉണ്ടാവില്ല, ചായ കുടിക്കാൻ വേണ്ടി ചായയും സമോസയും മാത്രമേ സെർവ് ചെയ്യുന്നുണ്ടാവുള്ളൂ അവിടെ. വലിയ സംഭവം ഉണ്ടാവും. അതിനകത്ത് ഈ ചൂക്ക് ബോക്സ് ഉണ്ട്, അതിനകത്ത് പാട്ട് ഇട്ട് ₹1 കോയിനൊക്കെ ഇട്ടിട്ട് പാട്ട് കേൾക്കലാണ് പരിപാടി. പക്ഷെ ഇങ്ങേര് വരുമ്പോൾ ഇങ്ങേര് പാടിക്കും, അവർ എല്ലാവരും കൂടി ചുറ്റും കൂടിയിട്ട് പാടിക്കും. അപ്പോൾ പുള്ളി വൺസ് മോർ പറഞ്ഞാൽ അയാൾ വീണ്ടും പാടും, എത്ര നേരം വേണമെങ്കിൽ പാടും. പുള്ളിക്ക് ഇങ്ങനെ ചായ വന്നുകൊണ്ടിരിക്കും, അവരുടെ വക ഓരോരുത്തരുടെ വകയായിട്ട് ചായ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൾ ഭയങ്കര ഹമ്പിളായിട്ടൊരു മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവരിങ്ങനെ കേൾക്കാൻ വേണ്ടി പോകും, ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അവിടെ. അപ്പോൾ ഈ മജ്രൂ സുൽത്താൻപുരിയുടെ പഴയ പാട്ടുകളിലേക്ക് മറ്റേ ഈ ഇതുപോലെ കവാലി സാധനങ്ങൾ എനിക്കറിയില്ല. കവാലിയും ഷായരിയും ബന്ധപ്പെട്ടതായിരിക്കണം. കാരണം ഷായരി പറയുന്ന ടോണില്ലേ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിങ് പറയും. ഇപ്പോൾ ഈ ഛൽക്കെ തെരി ആഖോ സേ ഷരാബ് ഒരു ബിയാസ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഉറുദുവാണ്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പഴയത്. അപ്പോൾ അതൊക്കെ ഇതൊക്കെയാണ് കൂടുതൽ കേട്ടിട്ടുള്ള സാധനങ്ങൾ, ഇവരുടെ കോമ്പിനേഷനിൽ കേട്ടേക്കുന്ന സാധനങ്ങൾ. അങ്ങനെ പുള്ളി എനിക്ക് വേണം കൂടുതലും പാടിയിട്ട് എഴുതിയിട്ടുള്ളതും ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ കവാലി അല്ലെങ്കിൽ ഷായരി പോലത്തെ സാധനങ്ങളായിരിക്കും. പേര് കേൾക്കുമ്പോൾ തന്നെ മജ്രൂ സുൽത്താൻപുരി ആളൊരു ഷായറായിരുന്നു എന്നാണ് തോന്നുന്നത്. ലിറിക്സിനെ പറ്റി പിന്നീട് സംസാരിക്കാം അല്ലേ? അതെ, ലിറിക്സിനെ പറ്റി നമുക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഉണ്ട്. മലയാളത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ ONV തന്നെ പറയുകയാണെങ്കിൽ പുള്ളി കവിതയും ലിറിക്സും ONV, പി ഭാസ്കരൻ, കൈതപ്രം, ഒരു വട്ടം കൂടിയൻ, ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റം, ചൈത്രം ജായം ചാലിച്ചു, മറ്റേ പുഴയിൽ വീണു, ഉൾക്കടലിൽ ശരബിന്ദു മലർ. അതെ, അത് നമുക്കൊരു സെഷൻ വേണം അതിന്. മോഡലിലേക്ക് വന്ന വിനായക് ശശികുമാറും റഫീഖ് അഹമ്മദ് അവിടം വരെ എത്തും, മറ്റേ മുഹ്സിൻ പരാരി വരെ കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ വേറെ ഏതെങ്കിലും കവിതയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടോ? നമ്മള് ഒരു കവിത മറന്നു കേട്ടോ, വില്യം ഏണസ്റ്റ് ഹെൻലിയുടെ ഇൻവിക്ടസ്. പണ്ട് കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ, വായിച്ചു നോക്കട്ടെ. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു കവിതയില്ലേ.
എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സാധനം. കേട്ടിട്ടില്ല. ഇൻവിക്ടസ് പേര് ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. കേട്ടിട്ടുണ്ട്. മറ്റേ അങ്ങനെ പറയുമ്പോൾ ക്യാപ്റ്റന്റെ പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റേ നമ്മുടെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഡെഡ് പോയറ്റ് സൊസൈറ്റി, നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ മോഹൻലാൽ പടത്തിന് വേണ്ടി വളരെ വികലമായിട്ട് അഡാപ്റ്റ് ചെയ്ത മറ്റേ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഒറിജിനൽ വേർഷൻ ഡെഡ് പോയറ്റ് സൊസൈറ്റിയിലെ ഒരു സാധനം ഉണ്ടല്ലോ, ആ സീൻ മാത്രമേ ഓർമ്മയുള്ളൂ. വാൾട്ട് വിറ്റ്മാന്റെ കവിതയാണെന്ന് തോന്നുന്നത്. കവിത വായിച്ചിട്ടില്ല, ഈ സാധനം മാത്രമേ അറിയുള്ളൂ. ക്യാപ്റ്റന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇൻവിക്ടസിന്റെ വല്ലതും പറയാണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനോ, ഞാൻ ജസ്റ്റ് ഇന്ററപ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇല്ല ഇല്ല, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ലേഖ പറഞ്ഞു. അല്ല സോറി, ഹാൻസി ക്രോണിയ മരിച്ചപ്പം there was an article, I think ആരാ എഴുതി, എനിക്ക് റിക്കി പോണ്ടിങ് ഒക്കെ എഴുതിയ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. ആഫ്റ്റർ ഹാൻസി ക്രോണിയസ് ഡൗൺഫോൾ എല്ലാം കഴിഞ്ഞിട്ടും there was a little എനിക്കത് പറയുമ്പോ അതാ ഓർമ്മ വരാൻ. അതായത് ഇതിലെ സീൻ ഓർമ്മയുണ്ടാവും. അതായത് നമ്മളെ ഒരു വേറെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ പറയുന്ന ഒരു അധ്യാപകൻ ഇവർക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ ആരാ വരുന്നത്, റോബിൻ വില്യംസ് ആണ് വരുന്നത്. അപ്പോൾ പുള്ളി വന്നിട്ട് ഈ സ്റ്റുഡൻസിനെ എല്ലാവരെയും അതങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊരു സ്കൂളാണ്, ഒരു ബോയ്സ് സ്കൂളാണ്. അപ്പോൾ അതിൽ ഈ പിള്ളേരെ എല്ലാവരെയും വേറെ രീതിയിൽ ലൈഫിനെ കാണാൻ പ്രേരിപ്പിക്കുന്ന, ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു സാറ് വരുവാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഈ വാൾട്ട് വിറ്റ്മാൻ്റെ കവിതയൊക്കെ, അങ്ങനെ കുറേ കവിതകൾ വായിക്കാൻ പറയുമ്പോൾ വി റീഡ് പോയം ബിക്കോസ് നോട്ട് ബിക്കോസ് ഇറ്റ് ഇസ് എന്തോ പറയുന്നുണ്ട്, വി റീഡ് പോയം ബിക്കോസ് വി ആർ ഹ്യൂമൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നോക്കാൻ പറയും, നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല ലോകം, തൽക്കാലം നിങ്ങളൊന്ന് ജസ്റ്റ് മുകളിൽ കയറി നിന്ന് നോക്കൂ, അങ്ങനെ പറയുന്നുണ്ട്. അവസാനം ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി മരിക്കുന്നുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഓഫ് ഹിസ് പാരൻസ് ഓൺലി, ബിക്കോസ് അവനൊരു ഡ്രാമയിൽ ആക്ട് ചെയ്തു, വീട്ടിലത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇയാളെ എൻകറേജ് ചെയ്തിട്ട്, അവനത് താല്പര്യം ഉണ്ടായിരുന്നു, ഇയാളെ എൻകറേജ് ചെയ്തു, അവൻ ആക്ട് ചെയ്തു, അതിൻ്റെ എന്തോ പ്രശ്നം വീട്ടിലുണ്ടായി, അവൻ സൂയിസൈഡ് ചെയ്യുന്നു, അതോ ഹോസ്പിറ്റലൈസ് ആവുന്നു. അപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇയാൾ പോകാൻ നേരത്ത് ഇയാളുടെ സ്റ്റുഡൻസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, ഒരു പ്രതിഷേധമാണ് അവരുടെ. ഇയാൾ പോകാൻ നേരത്ത് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സീനുണ്ട്, വളരെ ഐക്കോണിക് ആയിട്ടൊരു സീനാണ് ഡെഡ് പോയറ്റ് സൊസൈറ്റി, വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. These are the Anything things else? that we live for. ആണല്ലേ പോയട്രിയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ എന്തോ ആണ്. But We poetry, read- beauty, romance, love, these are what we stay alive for. നീലി ഇത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. We don't- മറ്റേ അത് ഒറിജിനൽ അല്ല. വി ഡോണ്ട് റീഡ് പോയട്രി ആൻഡ് റീഡ് ആൻഡ് റൈറ്റ് പോയട്രി ബിക്കോസ് ഇറ്റ്സ് ക്യൂട്ട്. വി റീഡ് ആൻഡ് റൈറ്റ് പോയട്രി ബിക്കോസ് വി ആർ മെമ്പേഴ്സ് ഓഫ് ദ ഹ്യൂമൻ റേസ്. അങ്ങനെയാണ് ഡയലോഗ് കൊടുക്കുന്നത്. അത് ഒറിജിനൽ അല്ല, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തല്ല, വേറെ ആരോ പറഞ്ഞതാന്ന് തോന്നുന്നു. ജോൺ കീറ്റിംഗ്. കീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ക്യൂട്ട് എന്നൊക്കെ ഗീറ്റിംഗ് പറഞ്ഞു കാണും. നിമിഷമുണ്ട്. മേ ബി. ഒരു എമിലി ഡിക്കിൻസിന്റെ ഒരു ചെറിയൊരു പോയിട്രി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. പേരെനിക്ക് ഓർമ്മയില്ല. സക്സസ് ഇസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. പഠിച്ചിട്ടില്ലേ? അതിന്റെ അവസാനത്തെ ഒരു പിക്ചർ ഉണ്ട്. അതിന്റെ അളവുകോല് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഓൺ ദ സോൾജർ നിലത്ത് കിടക്കാണ്, ഡിഫീറ്റഡ് ആൻഡ് ഡൈയിങ് ഓൺ ഹിസ് ഇയേഴ്സ്. ആ ഒരു ഡിസ്റ്റന്റ് സ്ട്രെയിൻസ് ഓഫ് ട്രംപറ്റ് ഫോൾ. ട്രംപറ്റ് ആണ്, ലൗഡ് ആൻഡ് ക്ലിയർ എന്ന് വോയിസ്. അതൊരു ഭയങ്കര ഒരു ഇമേജ് ആണ്. കാരണം നമ്മൾ തോറ്റ് തുന്നമ്പാടി വീടും, പക്ഷെ നമ്മൾ കേൾക്കുന്നത് അപ്പുറത്തെ ആള് ജയിച്ചതിന്റെ ഇത്, ആ സൗണ്ട് വളരെ ക്ലാരിറ്റിയോടെ. അപ്പൊ അത് രസമുള്ളൊരു കവിതയാണ്. ശരിക്കും നമ്മൾ സക്സീഡ് ചെയ്യാത്ത ആൾക്കാരാണ് ശരിക്കും സക്സസിന്റെ വാല്യൂ ശരിക്കും അറിയാവുന്നവര് എന്ന് പറയുന്ന ഒരു കവിത. അത് സ്കൂളിൽ 6th or 7th പഠിച്ചൊരു ചെറിയ പോയിട്രിയാണ്. ഈ ഹൈവേമാന് മുമ്പാണത് വന്നേക്കണത്. അതുമാതിരി ഡാഫഡിൽസ് പറഞ്ഞില്ലല്ലോ നമ്മള്. കുറേ ഉണ്ട് പറയാം. ഇതൊക്കെ സ്കൂളിൽ പഠിച്ചോണ്ടാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു പോയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ ഒരു ഏതൊരു വീട്ടിൽ പോയപ്പോ അവരുടെ കോഫി ടേബിളില് ഇരുന്നൊരു ബുക്കാണ്, ചുമ്മാ എടുത്ത് മറിച്ചു നോക്കി. അപ്പൊ അതിന്റെ ഫ്രണ്ടില് ഒരു കവിതയാണ്, എന്ന് വെച്ചാൽ മുഴുവൻ മറ്റേ ചൈൽഡിഷ് ഡൂഡിൽസ് ആണ് അതിന്റെ ഇല്ലസ്ട്രേഷൻ. അതിന്റെ അടുത്ത് നോക്കിയാൽ മുഴുവൻ പോയംസ് ആണ്. അപ്പൊ അതില് ഒരു പോയമാണ്. അപ്പൊ
ഒരു കുട്ടി ഷൂലേസ് തട്ടി വീഴുന്നു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് falling ഡൗൺ ഹീസ് falling അപ്പ്. അപ്പൊ എല്ലാം തലതിരിഞ്ഞ് he keeps on falling up, goes past the houses, goes past the clouds, and then says, and finally I felt sick in the stomach and I threw down. ഓക്കെ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് റൈം സ്കീം? റൈമിംഗ് how important is rhyming for a poem? I read I don't read a lot of poems. ഞാൻ വായിച്ച ഒരു പോയറ്റ് ആണ് റൂബി കൗർ. അനൂപിന് അറിയാം പോയറ്റിനെ. റൂബി കൗറിന്റെ പോയം. റൂബി കൗർ ഒരു കനേഡിയൻ ആണ്. ഷീസ് എ ചൈൽഡ് ഓഫ് an immigrant സിഖ് പേരൻസിന്റെ ചൈൽഡ് ആണ്. So she's moved to, I think, whether she was born there or she moved there when she was very young. So she's been part of being a second generation immigrant. Her poetry is mostly about ഈ ഒരു phase of immigration കുറിച്ചും of people who have uprooted from one country to another, basically being an immigrant child. പിന്നെ ഉള്ളത് കുറച്ച് ഫെമിനിസം ആൻഡ് ലവ് ആൻഡ് ഡിപ്രഷൻ. അങ്ങനത്തെ പുള്ളിക്കാരത്തിന്റെ പോയിംസ് ഒന്നും റൈം ഇല്ല. അപ്പൊ അനുഭവനെ വിളിക്കുന്ന പാരഗ്രാഫ്സ്. ഹൈക്കൂസിനൊന്നും റൈം ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. 3 ലെറ്റർ പക്ഷെ ഹൈക്കൂന് ഒരു ഇതുണ്ടല്ലോ, ഒരു മീറ്റർ ഉണ്ട്, പക്ഷെ റൈം ഇല്ല. ഇനി ഇതിനെന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഇനി ഫ്രീ വേഴ്സ് എന്നോ ബ്ലാങ്ക് വേഴ്സ് എന്നോ എന്താ പറയില്ലേ? ഫ്രീ വേഴ്സ് എന്നാ പറയുന്നത്. ലൈക്ക് മറ്റേ ഇതിനെപ്പറ്റി ഒരു ഡിബേറ്റ് മലയാളത്തിലും നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാ കവിതയാവുന്നതെന്ന് പറഞ്ഞിട്ട്. ചില സാധനങ്ങളൊക്കെ ചുമ്മാ ഒന്നും ഇല്ലാതെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിരത്തി എഴുതി വെച്ചിട്ട് അതിൽ ഇത് പ്രോസ് അല്ലേ, ഇതെങ്ങനെയാ പോയമാവുന്നത്? സത്യം പറഞ്ഞാൽ അറിയില്ല. റൈം സ്കീമില്ലാണ്ട് കവിത എങ്ങനെ പഠിക്കും? ഒരു മീറ്റർ വേണം എന്തായാലും, ഇല്ലാതെ പറ്റില്ല. ഇല്ലാതെ അത് കവിതയാവില്ല. ഒരു ചട്ടക്കൂട് എന്തായാലും വേണം. അറ്റ് ടൈംസ് എനിക്ക് തോന്നുന്നു ആളുകൾ ഈ മറ്റേ റൈമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ മേക്ക് തിങ്സ് ടു ചൈൽഡിഷ്. എനിക്കതാ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. റൈമിങ് വരുമ്പോ അതിന്റെ ഒരു സീരിയസ്നെസ് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് പദങ്ങളുടെ ഭംഗിയും അതിന്റെ ഒരു അർത്ഥങ്ങളും ഒക്കെയാണ് ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, rather than rhyming. Maybe for me poetry is something that it has to make you feel in a certain way. Rhymes come secondary. അത് ചൊല്ലുന്നതിനൊക്കെ മേ ബി അതിന് ഹെൽപ്പ് ചെയ്യാന്നുണ്ടാവും. പക്ഷെ ഇനി റീഡ് പോയട്രി, റൈമിങ് അത്ര ഇത് വളരെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് എന്നെ കുറിച്ച് തിരക്കാൻ വരില്ല ആരും. റൈമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ റാപ്പിന് റൈമിന്റെ കാര്യമുണ്ട്. റാപ്പിൽ ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. റൈം വേണം. പക്ഷെ നമ്മുടെ ഒരു വേർഡ് ഓറഞ്ച് എന്ന വാക്കിന് റൈമിംഗ് വേർഡ് ഇല്ല എന്നാണ് പലരുടെയും കണ്ടുപിടുത്തം. മനസ്സിലായി, റാപ്പേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ആൻഡേഴ്സൺ കൂപ്പറും എമിനവുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. ചെറിയൊരു സ്നിപ്പറ്റാണ്, യൂട്യൂബ് നോക്കിയാൽ അറിയാം. എമിനം അബൌട്ട് ഓറഞ്ച് എന്ന് സെർച്ച് ചെയ്താൽ മതി. പുള്ളി പറയുന്നുണ്ട് ഈ ഓറഞ്ചിന് റൈമിംഗ് വേർഡ് ഉണ്ടോ എന്ന് ആൻഡേഴ്സൺ കൂപ്പർ ചോദിക്കുന്നു. ആൻഡേഴ്സൺ കൂപ്പർ നല്ല ഭംഗിയുള്ള ഒരു മീഡിയ പേഴ്സൺ ഉണ്ടല്ലോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ എമിനം പറയും നമ്മൾ ഓറഞ്ചിനെ ഫേസ് വാല്യൂയിൽ എടുത്താൽ അതിന് റൈമില്ല, ഇഫ് യു ഇനൻഷിയേറ്റ് ഇറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ ഓറഞ്ചിനെ ആ ഒരു സെൻറ്റൻസിൽ പല രീതിയിൽ പുള്ളി അതിനെ എന്താ പറയുക ഇനിഷ്യേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യാം ദാറ്റ് നമ്മളെങ്ങനെ വായിക്കുന്നു അനുസരിച്ചിരിക്കുമായിരിക്കും റൈം. ചിലപ്പോൾ മോർ ഡോറായ അതെ പുള്ളിക്കാരി പറഞ്ഞു മോർ എന്നങ്ങ് പറയരുത്, പക്ഷെ അത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. ഡോറിന്റെയും ഒന്ന് വളയ്ക്കണം. പണ്ടത്തെ ഈ ഉഷാഖന്നെ പോലത്തെ പുറത്തുനിന്ന് നമ്മൾ വലിക്കുന്ന സലീൽ ചൗധരിനെ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് വരുമ്പോൾ കറക്റ്റ് നമ്മൾ വാക്കിനെ ഓടിക്കും ചില സ്ഥലത്തൊക്കെ വെച്ച്. സലീൽ ചൗധരി ഒരുപാട് ഓടിക്കും. അതുപോലത്തെ ഒരു പരിപാടിയാണ്. അതായത് ചില സമയം ചില അവരുടെ ട്യൂണിനനുസരിച്ചിട്ട് വേണമല്ലോ. മറ്റേ സൗരയൂഥത്തിൽ വിടർന്ന ഒരു കല്യാണ സൗഗന്ധികം എന്നുള്ള സൗരയൂഥത്തിൽ വിടർന്നു ഒറ്റ വാക്കാണ്. അതാണ് അവസ്ഥ. ബാക്ക് ടു റൂബി കൗർ. അപ്പം ഞാൻ ഒരു ഹിപ്പോക്രിറ്റ് ആകാൻ പോവുകയാണ്. കാരണം റൂബി കൗറിനെ എനിക്ക് കണ്ടുകൂടാ. എനിക്ക്
കവിതയൊക്കെ എനിക്ക് കണ്ട് ആദ്യമായിട്ട് പുള്ളിക്കാരുടെ കവിതയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോ ഉണ്ടല്ലോ, അവർ എനിക്ക് ഫസ്റ്റ് അത്ഭുതം. ഫൈറ്റ്. ഇത് ഇത് ഓൾറെഡി രണ്ടുപേരും പറഞ്ഞു ഇത് ഭയങ്കര ഫൈറ്റാ. ഇത് കവിതയാണോ? ഫസ്റ്റ് തോട്ട് ഇതാണ്, എങ്ങനെ കവിതയാണ്? പറ ലേഖ പറ. ഞാൻ പറയും ഇതിനെക്കാട്ടും നല്ല ഇതെന്താ ആ ലോങ് ലീവിന്റെ കവിതയ്ക്ക് ഇത് കവിത വാങ്ങിയതും കവിതയില്ല. ഇതിനെക്കാട്ടും നല്ല പ്രോസ് ഞാൻ എഴുതുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാൻ അതുകൊണ്ട് തന്നെ ഹിപ്പോക്രറ്റ് ആകാൻ പോകുന്നത്. എനിക്ക് അതേസമയം ലാങ് ലീവിന്റെ കവിത ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും. എന്നോട് ചോദിക്കരുത് എന്തുകൊണ്ട് എനിക്ക് ലാങ് ലീവ് ഇഷ്ടം, റൂബിക്കാരന്റെ ദേഷ്യമൊന്നും. എനിക്ക് അതൊരു കുശുമ്പായിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. ലാങ് ലീവ് ഷീസ് എ റെഫ്യൂജി, യുഎസിലോട്ട് വന്ന യൂറോപ്പിലായിരിക്കും. സോ ഐ ഡോണ്ട് നോ, ഫോർ സം റീസൺ പുള്ളിക്കാരുടെ കവിത എനിക്ക് കുറച്ചും കൂടെ റെസണേറ്റ് ചെയ്യുന്നു. സോ ഇതില് ബേസിക്കലി ലാങ് ലീവ് ഇസ് പ്രോബ്ലി ഒരു ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രന്റ് ആണ്. ആൻഡ് റൂപി കൗർ കംസ് ഫ്രം ഒരു സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് പുള്ളിക്കാരത്തി എഴുതുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ യു പ്രോബബ്ലി ഫീൽ ഇറ്റ്സ് നോട്ട് യുനോ ഷി സ്റ്റിൽ റൈറ്റിംഗ് ഓൾ ദീസ് പോയിട്രി ഫ്രം എ പ്ലേസ് ഓഫ് പ്രിവിലേജ്, ടു ബി വെരി ഓണസ്റ്റ്. അതിൽ ഏതൊരു കവിതയിൽ ആശ്രിയുടെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാണ്ടാണ് വന്നത്. ആ സ്ട്രഗിൾസ് ഒക്കെ വെച്ച് നോക്കുമ്പം സെക്കൻഡ് ജനറേഷൻ they don't have it easy. I'm not saying because അവർക്ക് ആസ് ഇൻ എന്റെ കുട്ടികൾ ഇവിടെ സെക്കൻഡ് ജനറേഷൻ ഇമിഗ്രന്റ് ആയിട്ടാണ് വളരുന്നത്. അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. There is a constant fight between me trying to push നമ്മുടെ ഒരു കൾച്ചർ onto them and then wanting to be ഇവിടത്തെ ഒരു നോർമൽ. അപ്പൊ അതൊരു അവർ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. അത് ഞാൻ നമുക്കത് കാണാതെ പോകുന്നത് തെറ്റില്ല. പക്ഷെ എനിക്ക് എന്റെ കൾച്ചർ എന്റെ കുട്ടികളിലേക്ക് എത്തണമെന്നും ഇത് എന്നാ പിന്നെ ഇങ്ങോട്ട് എന്തിനാ വന്നേന്ന് ആൾക്കാർ ചോദിക്കും. പക്ഷെ there are things that you do which feel normal to you but which is not accepted in a western world. നമ്മുടെ ഇന്നത്തെ രാവിലത്തെ അറബ് മോം മീംസ്മാരുടെ അറബ് മോംസ് നമ്മുടെ ദേശീയ പേരൻസിനെമാരെ നല്ല പൊതുക്കും നല്ല ചെരുപ്പെറിഞ്ഞും അവർക്ക് ജെന്റിൽ പേരന്റിംഗ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഐ തിങ്ക് Rupi Kaur has her set of it. The fact that probably അന്നത്തെ കാലത്ത്, she's probably in her 30s now, അന്നത്തെ കാലത്ത് being a brown girl in an all white school would have been very difficult. ഫുഡ്, മുടിയിൽ എണ്ണ തേക്കുന്നത്, ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. ബട്ട് ഇന്നിപ്പം നമ്മുടെയൊക്കെ ഇവിടെ ഇറ്റ്സ് എ മിക്സ്ഡ് ക്ലാസ്. ഏഷ്യൻസ് ഉണ്ട്, വൈറ്റ് ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ ലോട്ട് ലെസ് ഈസിയർ ഓൺ ദിസ് ജനറേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ I don't want to belittle her experience or anything. പുള്ളിക്കാരുടെ മേ ബി എക്സ്പീരിയൻസ് ഒക്കെ വാലിഡ് ആയിരിക്കും. ഞാനൊരു ജസ്റ്റ് പോയട്രി ആദ്യമായിട്ട്, ചിലപ്പോൾ ഇൻസ്റ്റാ പോയട്രി ആദ്യമായിട്ട് കണ്ട ഷോക്ക് ആയിരിക്കും. Did you discover Lang Leave after you discovered I think Rupi Kaur? ലാങ് ലീവിനെയൊക്കെ പിന്നീടാണ് കണ്ടുപിടിക്കുന്നത്. റൂബി കൗറിന് അത് ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം പുള്ളിക്കാരി ഭയങ്കര പെർഫോമൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കൈയടിക്കാനും ആൾക്കാരൊക്കെ ഉണ്ട്. സോ ടോട്ടലി ലൈക്ക് കൺഫ്യൂസ്ഡ്. എന്ത് നാട്ടുകാർക്ക് മൊത്തം സ്റ്റാൻഡപ്പ് പോയം. പുള്ളിക്കാരത്തിന്റെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ പുള്ളിക്കാരത്തി തന്നെയാണ് ചെയ്യുന്നത്. She's very talented girl. അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇതിൽ ഇറക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. എനിക്കത് പോയട്രി എന്ന് വിളിച്ചപ്പോൾ ആദ്യമുള്ള ഷോക്ക് ആയിരിക്കും. ബട്ട് അതേസമയം ലാങ് ലീവ് ഒക്കെ വായിച്ചു തുടങ്ങിയപ്പം ഐ ബിക്കേം എ ഹിപ്പോക്രറ്റ്. ഇത് എനിക്ക് ഇഷ്ടം വായിക്കാൻ. അങ്ങനെ ഒരു ഓപ്പൺ മൈക്ക് സൊസൈറ്റിക്ക് നമ്മൾ കണ്ടു തുടങ്ങുന്നത് പുള്ളിക്കാരത്തിന്റെ ഒക്കെ ഒരു സമയത്താണ് അല്ലേ ഞാൻ കണ്ടു തുടങ്ങിയത്. അതുപോലെ ഇൻസ്റ്റഗ്രാമില് ഒരു ഹിന്ദി ഓപ്പൺ മൈക്കിൽ വരുന്നൊരു സ്ത്രീയാണ്. അവരുടെ ഒരു കവിതയുണ്ടായിരുന്നു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ഇങ്ങനെ ഈ ഫ്രീഡം കൊടുക്കുന്നതിനെ കുറിച്ച്. It talks about ഇതാണ് ബേസിക്കലി, who are you to clip my wings, who are you to say how high I can fly എന്ന് പറഞ്ഞിട്ട്. അതിൽ ഹിന്ദിയാണത്. ഭയങ്കര രസമുള്ളൊരു കവിത ഉണ്ടായിരുന്നു അതില്. ഒരു വൈഫ് ഹസ്ബൻഡിനോടോ പാർട്ട്ണറിനോടോ ചോദിക്കുന്ന ഒരു കവിതയാണത്. അങ്ങനത്തെ ഓപ്പൺ മൈക്സ് ഉണ്ട്. അത് ഈ പറഞ്ഞമാരൊരു വേഴ്സ് ആണോ പോയട്രി ആണോ, അതിലൊരു മീറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓൾവേസ് ദർ ഇസ് നോ മീറ്റർ. പക്ഷെ അവര് പാടുന്ന ഇതിലൊരു റിതം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു they're all ഇനിയിപ്പോ നമുക്ക് മേ ബി we'll have to start accepting verses as poetry as well.
ഇപ്പം എനിക്ക് തോന്നിയത് നമ്മള് ഒട്ടും സമയം ഉണ്ടാവില്ല സാധനം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ ഫൈനലി എൻഡഡ് അപ്പ് പറഞ്ഞു ഡൂയിങ് 1 വന്നപ്പോ hour 15 minutes. പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നുന്നത് നമ്മള് പഠിച്ച കുറെ കാര്യങ്ങൾ ഏറ്റവും നല്ലത് കവിതയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതെ 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 കൂടുതൽ സത്യം. അതെ, ഒരു നമ്മള് കാര്യം പറയാൻ വിട്ടുപോയി. ഞാനൊരു നമ്മുടെ അനന്തപത്മനാഭൻ എന്ന ആളറിയില്ല, നമ്മുടെ പത്മരാജന്റെ മകൻ. പുള്ളിയുടെ ഒരു കഥയുണ്ടായിരുന്നു പണ്ട്. മനോരമയുടെ മറ്റേ ഈ വാർഷിക പതിപ്പിൽ എവിടെയോ വായിച്ചതാണ്. ആ കഥ ഞാൻ പുള്ളിയോട് ചോദിച്ചു അത് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം. അതിനെ ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന പേരിലൊരു സിനിമയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കവിതകളുണ്ട് ആ കഥയിൽ. എമിലി ബ്രോണ്ടിയുടെയൊക്കെ ഒരുപാട് സിനിമയിലും കവിതകൾ ഉണ്ട്. സിനിമയിലും ഉണ്ട്. എനിക്ക് അവർ ആ ബോണ്ട് ആവുന്നത്, ആ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ബോണ്ട് ആവുന്നത് ചെസ്സിൻ്റെയും ഈ കവിതകളും കാരണമാണ്. അതെനിക്ക് ആ കഥയൊന്ന് കിട്ടിയാൽ നന്നായിരുന്നു. ഈ സിനിമയില് മുരളി ഗോപി ആണ് ഹസ്ബൻഡ്, റിമ കല്ലിങ്കലാണ് വൈഫ്. റിമ കല്ലിങ്കൽ ഒരു ഇംഗ്ലീഷ് ടീച്ചറോ ലെക്ചറോ അങ്ങനെ എന്തോ ആണ്. അത് ലിറ്ററേച്ചർ സ്റ്റുഡന്റ്, വോട്ട് എവർ ഇറ്റ് ഇസ്, ഷീസ് ഗോട്ട്. പുള്ളിക്കാരത്തിക്ക് ഇംഗ്ലീഷ് കവിതകൾ ഭയങ്കര ഇഷ്ടമാണ്. മുരളി ഗോപി ഓൺ ദ അതർ സൈഡ് മലയാളം കവിതകളും മലയാളം ലിറ്ററേച്ചറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് നല്ല രസമാണ്. അതിലൊരു കോൺവെർസേഷൻ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തോ എന്തോ ഈ എന്ത് ധനുമാസത്തില് നിലാവ് എന്നുള്ളതൊന്നും ഇംഗ്ലീഷിൽ ഒരിക്കലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതില്. ശരിയാണ്. ആൻഡ് റിമാസ് ആൻസർ ഇസ് ഓൾസോ വെരി നൈസ്. പറഞ്ഞത് ശരിയാണ്, അത് ഫലിപ്പിക്കാൻ പറ്റില്ല. കാരണം ധനുമാസം എന്നുള്ളത് വളരെ നമ്മുടെ നാട്ടില് നമ്മുടെ കൾച്ചറിൽ എംബഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് വേറൊരു ലാംഗ്വേജിലേക്ക് പറിച്ചു നടാൻ പറ്റില്ല. അതുമാതിരി അവരീ പറയുന്ന പേർപ്പിൾ മൂറ്, എന്ത് പേർപ്പിൾ മൂറ് ഇങ്ങനെ പർപ്പിൾ ആവുന്നത് എങ്ങനെയാ? പച്ചയല്ലേ അതൊക്കെ? പക്ഷെ അത് അവരുടെ നാട്ടില് maybe അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമുക്ക് പോയട്രി ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. കാരണം പോയട്രി ഈസ് റൂട്ടഡ് ഇൻ അങ്ങനത്തെ ലാംഗ്വേജ്. നമ്മുടെ ജോഗ്രഫി അത് ആണ്. അത് ആ നമ്മുടെ കൾച്ചർ അറിയില്ലെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ പൂതപ്പാട്ട് നമുക്ക് എന്തുകൊണ്ടാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? മാമ്പഴം പൂക്കുന്നത് ഈ നാട്ടിലാരും മാമ്പഴം പൂക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മാവയില്ല. മാവുണ്ട്, നമ്മളൊക്കെ നാട്ടിൽ മാവുണ്ട്, പക്ഷെ ഒരു ട്രോപ്പിക്കൽ മാവ് കവിതയാണ് പൂക്കുന്നത് മാമ്പഴം. ഓക്കെ. അല്ല, അത് നമ്മുടെ രണ്ടാമൂഴം ട്രാൻസ്ലേറ്റ് ചെയ്ത ആ, ഒരു ഒരു പ്രേംചന്ദ് ടീച്ചറുണ്ട്. അല്ലല്ല, അത് ആദ്യത്തെ. പിന്നെ ഭീമ ദ ലോൺ വാരിയർ എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ടീച്ചർ എന്താണ്, ഇംഗ്ലീഷ് പ്രൊഫസർ എന്താണ്, പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, ഇതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു സാധനം വേറെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൽ പാഞ്ചാലിയെ സഭയിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ ഒറ്റ വരിയിലാണ് പറയുന്നത് അവൾ രജസ്വലയായിരുന്നു എന്ന്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരത്തിന് ഷീ വാസ് ഓൺ ഹെർ പീരിയഡ്സ് എന്ന്. ഈ രണ്ട് വാക്കുകളുടെയും ഡിഫറൻസ്, ഇമ്പാക്റ്റ്, ആ MT ഉപയോഗിച്ച വാക്കുകളുടെ ഭംഗി മുഴുവനും പോയിരിക്കുകയാണ്. മറ്റേത് റീസെന്റ് ക്ലിനിക്കലായി അതെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ടെക്നിക്കൽ റീസെന്റ് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. മനോജ് കുറൂരിന്റെ നിലം പൂത്തു മലർന്ന നാൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ആക്ച്വലി ആ പുള്ളിയുടെ എഴുത്ത് അങ്ങനെ, അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സംഘകാല തമിഴിന്റെയൊക്കെ സ്വാധീനമുണ്ട് എഴുത്തിന്. ഞാൻ വായിച്ചിട്ടില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെവിടെയോ കണ്ടായിരുന്നു, അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരുന്നു. അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും? അതിന്റെ കഥ ട്രാൻസ്ലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, അതിന്റെ പ്രത്യേകത പോയി കിട്ടിയില്ലേ? അതാണ് ആ ഒരു എഴുത്തിൻ്റെത് മാറി കിട്ടിയില്ലേ? ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ആണ് ഇതിനെ പറയുന്നത്. പക്ഷെ ഡൈഗ്രസിംഗ് ആണ്. പക്ഷെ ഐ ഓൾവേസ് തിങ്ക് ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ നിന്ന് മറ്റ് ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് നമുക്ക് ഏറെക്കുറെ ചോരാതെ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷിന് നമ്മളിപ്പം ഒരു ഇന്ത്യൻ ലാംഗ്വേജിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് കിട്ടുന്ന ചാൻസ് ഉണ്ട്. നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം രണ്ട് ലാംഗ്വേജിന്റെയും എക്സ്പെർട്ടീസ് വേണം, എന്നാലേ ചെയ്യാൻ പറ്റും. ഏറ്റവും അല്ല, അത് ഞാൻ സോറി, അതിന് മുമ്പ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ചിലതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മെറ്റമോർഫോസിന്റെ വിക്കിപീഡിയ പേജിൽ പോയി കഴിഞ്ഞാല് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഈ മെറ്റമോർഫോസിസ് തുടങ്ങുന്ന ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്: ഗ്രെഗോർ സാംസ woke up and found that he had turned into a insect, a cockroach.
അപ്പൊ അത് ആക്ച്വൽ വേർഡ് ജർമ്മൻ വേർഡ് ഉപയോഗിച്ചേക്കുന്ന വെച്ചാൽ ആ സെന്റൻസ് ഫോർമേഷൻ തന്നെ ഒരു 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 സ്ട്രാറ്റജി ഉണ്ട്. എന്നുവെച്ചാൽ ഒരു അബ്സേർഡ് സെന്റൻസ് ആണ് ഒരാൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഇൻസെക്ട് ആയിട്ട് മാറുക എന്നുള്ളത്. സോ കാഫ്ക ഉദ്ദേശിച്ചേക്കുന്ന ഇതാണ്, ആ സെന്റൻസ് വായിച്ച് തീർന്നിട്ട് ആൾക്കാർ അടുത്ത സെന്റൻസിലോട്ട് പോയിട്ട് അവർ തിരിച്ചു വരണം ഇൻ ഡിസ്ബിലീഫ്, ലൈക്ക് വാട്ട് ഹാപ്പൻ, അയാൾ ഒരു ഇൻസെക്ട് ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പൊ എക്സാക്ട് ജർമ്മൻ വേർഡ് ഉപയോഗിച്ചേക്കുന്നത് ഇൻസെക്ട് എന്നാണ്, ബട്ട് ഇറ്റ് ഇവോക്സ് ദ സെൻസ് ഓഫ് ഡിസ്ഗസ്റ്റ്. അപ്പൊ ആ എക്സാക്ട് വേർഡിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻസ് ഇല്ല. അപ്പൊ 2 ടൈപ്പ് ട്രാൻസ്ലേഷൻസ് കാണും. ഒന്നിനകത്ത് ഹി ഹാസ് ചേഞ്ച് ടു എ ഇൻസെക്ട് എന്നാണ്, മറ്റേതിനകത്ത് ഹി ഹാസ് ചേഞ്ച് ടു എ വേർമിൻ എന്നാണ്. വേർമിൻ. Vermin. അപ്പം ആ ഒരു ഡിസ്കസ്റ്റ് ഇൻസെക്ട് എന്നാണ് പറയുന്നത്, പക്ഷെ ആ ഡിസ്കസ്റ്റിന്റെ ആ ഫീലിംഗ് ആ ഇൻസെക്ട് എന്നുള്ള വാക്കിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ചിലടത്ത് വേം എന്ന് പറയുന്നത്. സോ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ഒപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. ഹാൻ കാങ്ങിന്റെ വെജിറ്റേറിയൻ അല്ലേ, അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് CV ബാലകൃഷ്ണനാണ് മലയാളത്തിലേക്ക്. അതിന് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയായിരുന്നു പുള്ളിക്ക്. കാരണം അത്രയ്ക്ക് അതിന്റെ കുറച്ച് പേരൊക്കെ ഈ മറ്റേ ഫാൻസ് ഒക്കെ ഒരുപാട് പൊക്കി അടിച്ചിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ മോശം അഭിപ്രായമാണ് പുസ്തകത്തിന് ട്രാൻസ്ലേഷൻ ഇട്ട്. ഒറിജിനൽ ജാപ്പനീസ് ആണ്, അതിന് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതായിരിക്കും. അറിയില്ല, അല്ല അത് പറ്റില്ല. പക്ഷെ ഇംഗ്ലീഷിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അതിൻ്റെയൊക്കെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഒക്കെ അയച്ചിരുന്നു. അവർ ഭയങ്കര വികലമായിട്ടുള്ള ട്രാൻസ്ലേഷനാണ് പലതും. ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരുന്നു അതിനെപ്പറ്റി. ട്രാൻസ്ലേഷനാണ്, അതാണ് അതിന്റെ പ്രശ്നം. കുഡ് ബി. എനിവേസ്, നമ്മള് ഗുഡ് കോൺവെർസേഷൻ ആസ് യൂഷ്വൽ. നമുക്ക് പറയാനൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഗ്യാസ് അടിച്ച് കയറ്റുന്നുണ്ട്. ഒരു എപ്പിസോഡ് കൂടിയായി. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദ നെക്സ്റ്റ് എപ്പിസോഡ് ഇസ് ഗോയിങ് ടു ബി നമ്മുടെ എല്ലാവരുടെ ഇയർ എൻഡ് റീഡിംഗ് റൗണ്ട് അപ്പ് ആൻഡ് റെക്കമെൻഡേഷൻസ്. എൻ്റെ ഒന്നുമില്ല. പിന്നെ എന്റെ അടുത്ത് എന്തെങ്കിലും കാണും, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിവിടെ എനിക്ക് അത്യാവശ്യം നല്ല വർഷമായിരുന്നു റീഡിങ്. കാരണം ഇന്ത്യ ട്രിപ്പ് ഉള്ളപ്പോൾ എപ്പോഴും എനിക്ക് നല്ല വർഷമാണ്. കാരണം ഇനി വേറെ ലീവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വായിച്ച് തകർക്കും. ഇത്തവണ ഒരു നോവൽ എഴുതി തീർത്തെങ്കിലും കുറെ വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം, ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ എവരിവൺ.